പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കേരളത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാമൂഹ്യ ജീവിതത്തെയും സാഹിത്യ ചിന്തയെയും വളരെ ആഴത്തിൽ സ്വാധീനിച്ച ആളുകളിൽ ഒരാളായിരുന്നു CJ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. CJ വളരെ ബഹുമാനപൂർവം പരിഗണിച്ചിരുന്ന മുൻതലമുറയിലെ വലിയ എഴുത്തുകാരിൽ ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരിയെക്കുറിച്ച് CJ എഴുതിയ കുറിപ്പുകളിലൊരിടത്ത് പറയുന്ന ഒരു കാര്യം, ഒരു പത്രാധിപരായി പ്രവർത്തിച്ച കേസരി വാസ്തവത്തിൽ തൻ്റെ പത്രാധിപത്യത്തിലൂടെ കേരളത്തിൽ മലയാളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ ചിന്തകനായി വികസിക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം കേസരിയെക്കുറിച്ച് പറയുന്നുണ്ട്. പൊതുവിൽ കേസരിയുടെ പത്രാധിപ ജീവിതം, കേസരിയുടെ പത്രങ്ങൾ, അതിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളൊക്കെ ധാരാളം പേർ ചർച്ച ചെയ്യാറുണ്ടെങ്കിലും കേസരിയുടെ പത്രപ്രവർത്തനത്തെ രാഷ്ട്രീയ ചിന്ത, പൊളിറ്റിക്കൽ ഫിലോസഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന നിലയിലേക്ക് ചേർത്ത് വെച്ച് അവതരിപ്പിക്കുകയും ദൈനംദിന വാർത്താവിതരണത്തിനപ്പുറം കേസരി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആശയലോകത്തിൻ്റെ പ്രാധാന്യത്തെ ആ നിലയിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരുപക്ഷെ ഒരേ ഒരു നിരീക്ഷണം CJയുടേതാണ് എന്ന് ആ സമാഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും. കേസരിയുടെ സാഹിത്യചിന്തയെക്കുറിച്ചും ചരിത്ര ദർശനത്തെക്കുറിച്ചുമൊക്കെ ധാരാളം വിശദീകരണങ്ങൾ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തെ ഈ നിലയിൽ കാണുന്ന നിരീക്ഷണം CJയുടെ അപൂർവമായ ഒരു നിരീക്ഷണമാണ്. ഒരു നിലയ്ക്ക് ആലോചിച്ചാൽ കേസരി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ച ആ രാഷ്ട്രീയ ചിന്തയ്ക്ക് കേരളീയ ജീവിതത്തിൽ പിന്നീട് വലിയൊരു തുടർച്ച ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ് CJ തോമസ്. ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, അങ്ങനെ ഒരാൾ ചെയ്യുന്നത് എന്നാലോചിച്ചാൽ അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ വിപുലമായ ഒരു ആലോചനയുടെ വിഷയമാക്കുകയും അതിനെ ഒരു സമൂഹത്തിൻ്റെ സംവാദ മേഖലയാക്കി വളർത്തിക്കൊണ്ടുവരികയും ഭിന്നാഭിപ്രായങ്ങൾക്ക് ധാരാളം വകയുള്ള ഒരു സംവാദ മേഖല അതിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുകയും ഒപ്പം തന്നെ ഒരു സമൂഹത്തിൻ്റെ വൈജ്ഞാനികമായ ധാരണയെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഒരു രാഷ്ട്രീയ ചിന്തകൻ്റെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ ചിന്ത എന്നത് അന്നുണ്ടാകുന്ന രാഷ്ട്രീയ തർക്കങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയലല്ല. നിർഭാഗ്യവശാൽ നമ്മുടെ കാലം ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായി വരുന്ന രാഷ്ട്രീയ തർക്കങ്ങളിൽ കക്ഷി തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് അഭിപ്രായം പറയുകയും ആകാവുന്നത്ര സമൂഹത്തിൽ വിദ്വേഷം പരത്തുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയ ബോധ്യം എന്ന തെറ്റിദ്ധാരണയിൽ പെട്ടുപോയ ഒരു കാലമാണ്. കേസരി ചെയ്തിരുന്നത് അതല്ല, CJ ചെയ്തിരുന്നതും അതല്ല. അദ്ദേഹം ഒരു വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ഒരാശയത്തെ ആഴത്തിൽ പരിശോധിക്കുകയും അതിലടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ഒരാശയത്തെ ആഴത്തിൽ പരിശോധിച്ച് സംവാദാത്മകമായൊരു മണ്ഡലം അതിൽ നിന്ന് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ ചിന്ത മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ കേസരിയുടെ ഒരു രാഷ്ട്രീയ ചിന്താ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരാൾ കൂടിയാണ് CJ തോമസ്. ഒപ്പം തന്നെ അദ്ദേഹം വലിയ നാടകൃത്തായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ അദ്ദേഹം വലിയ നാടക ചിന്തകനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ഗദ്യകാരന്മാരിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഷയുടെ ഉടമയായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ബഹുകാര്യ വ്യഗ്രമായ ജീവിതം നയിക്കുകയും വളരെ ചെറിയ കാലം മാത്രം ജീവിക്കുകയും, കുമാരനാശാൻ കവിതയിൽ പറയുന്നത് പോലെ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം എന്ന് സമ്പൂർണമായ അർത്ഥത്തിൽ പറയാവുന്നൊരു ജീവിതം ജീവിച്ചാണ് CJ പിൻവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അക്കാലത്തിനെന്നല്ല ഒരുപക്ഷെ പിൽക്കാലത്തിനു പോലും വേണ്ട പോലെ പിൻപറ്റാൻ കഴിയാത്ത വിധം കാലത്തിന് മുമ്പേ സഞ്ചരിച്ച രചനകളായിരുന്നു. അജയൻ അതിവിടെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ കാലത്തിനപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ആശയങ്ങളുടെ വലിയൊരു ലോകം നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് CJ കടന്നുപോയത്. നിശ്ചയമായും അതിനോടൊക്കെ നമുക്ക് അഭിപ്രായ ഐക്യങ്ങളും അഭിപ്രായ ഭേദങ്ങളും
ഉണ്ടാകും. അഭിപ്രായ ഐക്യങ്ങളും അഭിപ്രായ ഭേദങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യവുമാണ്. കാരണം അങ്ങനെ ഒരു സൂക്ഷ്മ വിചാരത്തിന് ഇടം നൽകുന്നു, ഒരു സമൂഹത്തെ സന്നദ്ധമാക്കുന്നു എന്നതാണ് ധൈഷണിക ജീവിതം നയിക്കുന്ന മനുഷ്യർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നിലയിൽ ആലോചിച്ചാൽ സാഹിത്യ ചിന്തയിൽ നിന്ന് രാഷ്ട്രീയ ചിന്തയിലേക്കും സാമൂഹ്യ ദർശനത്തിലേക്കുമൊക്കെ തൻ്റെ വീക്ഷണഗതികളെ, ആശയങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് കേരളീയ ധൈഷണികതയ്ക്ക് വലിയ ബലം നൽകിയ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാരഥന്മാരിൽ ഒരാളാണ് CJ തോമസ് എന്ന് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥം ഇവിടെ നടന്നു പോരുന്ന CJ സ്മാരക പ്രസംഗത്തിന് അതിദീർഘമായ ഒരു ചരിത്രമുണ്ട് എന്ന കാര്യവും അജയൻ ഇവിടെ പറയുകയുണ്ടായി. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മുടങ്ങിപ്പോയ CJ അനുസ്മരണം ഈ നിലയിൽ ഒരു പ്രഭാഷണം എന്ന നിലക്കല്ല, ഒരുപക്ഷെ നമ്മുടെ കാലത്തെ സംബന്ധിക്കുന്ന ഗൗരവമേറിയ 4-5 ആലോചനകളുടെ ഒരു വേദിയായി അതിനെ വികസിപ്പിച്ചുകൊണ്ട് അതിന് കൂടുതൽ അർത്ഥഗാംഭീര്യം നൽകാനുള്ള ശ്രമമാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും അത് അർത്ഥപൂർണമായ കൂടുതൽ മഹിമയുറ്റ ഒരു പ്രവർത്തനമായി ഞാൻ കാണുന്നു. ഇതിന് മുൻകൈ എടുത്ത CJ സ്മാരക സമിതിയോടും ഒപ്പം തന്നെ CJയെ ഈ നാടിൻ്റെ വലിയ ഒരു പാരമ്പര്യമായി മനസ്സിലാക്കി അത് ഏറ്റെടുക്കാൻ സന്നദ്ധമായ നഗരസഭയെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു പ്രഭാഷണ വേദിയിൽ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചതിലുള്ള കൃതജ്ഞതയും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. CJ സ്മാരക പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ എന്ന ഒരു പൊതു ശീർഷകത്തിനുള്ളിൽ നമ്മുടെ കാലത്തെ സംബന്ധിക്കുന്ന പല പ്രമേയങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ് ഇവിടെ നടക്കുന്നത്. ഞാനതിൽ മുഖ്യമായിട്ടും ദേശീയതയുടെ ഗതി പരിണാമങ്ങളെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനാണ് മുഖ്യമായിട്ടും ശ്രമിക്കുന്നത്. ദേശീയത, ഗതിയും പരിണാമങ്ങളും എന്ന പൊതു ശീർഷകത്തിൽ കഴിഞ്ഞ ഒരു 1.5 നൂറ്റാണ്ടിനപ്പുറം വരുന്ന ഒരു കാലയളവിൽ ഇന്ത്യയിൽ അരങ്ങേറിയ സാമൂഹ്യ പ്രക്രിയകളുടെ ഒരു പ്രത്യേക പാറ്റേണിനെ ദേശീയത എന്ന് നാം മനസ്സിലാക്കി വരുന്ന ഒരു ആശയത്തെ, അതിൻ്റെ പ്രവർത്തനക്രമങ്ങളെ, അതിലുണ്ടായ വ്യതിയാനങ്ങളെ ഒക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം അവതരിപ്പിക്കാനാണ് ഞാൻ മുതിരുന്നത്. ആദ്യമേ പറയേണ്ട ഒരു കാര്യം, ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ ഇക്കാലം വരെ 1.5 നൂറ്റാണ്ടോ 1.25 നൂറ്റാണ്ടോ ഒക്കെ ദൈർഘ്യം വരുന്ന ഒരു കാലയളവിൻ്റെ ഇന്ത്യയിലാകെ പ്രവർത്തനക്ഷമമായ ഒരാശയത്തെയും അതിൻ്റെ നാനാതരത്തിലുള്ള ആവിഷ്കാരങ്ങളെയും കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അത്രയും വിപുലമായൊരാലോചനയ്ക്ക് ഈ ഒരു 45 മിനിറ്റോ 1 മണിക്കൂറോ വരുന്നൊരു സമയം പര്യാപ്തമാകില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു രൂപരേഖ മാത്രമാണ് പറയുന്നത്. ഓരോ ഘട്ടത്തെയും കുറിച്ച് വിശദാംശങ്ങളെ മുൻനിർത്തി കൂടുതൽ ആഴത്തിൽ ആലോചിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ രാഷ്ട്രചിന്തയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയവും ദേശീയത തന്നെയാണ്. രാഷ്ട്രമീമാംസയിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് വളരെ വൈവിധ്യമുള്ള വ്യത്യസ്ത നിരീക്ഷണങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ധാരാളം തർക്കങ്ങളും എതിർവാദങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ദേശീയതയെക്കുറിച്ചുള്ള ആലോചന. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഈ വിഷയത്തിലെ അന്തിമാഭിപ്രായങ്ങളോ അവസാന ശരികളോ ഒന്നുമല്ല. ഒരു പ്രത്യേക നിരീക്ഷണം അവതരിപ്പിക്കുന്നു. ധാരാളം ചർച്ചകൾക്കും ആലോചനകൾക്കും വകയുണ്ട് ഉള്ള ഒരു വിഷയമാണിത്. അതിൻ്റെ ഒരു രൂപരേഖ മാത്രമേ ഞാൻ മുഖ്യമായിട്ടും അവതരിപ്പിക്കാനായിട്ട് മുതിരുന്നുള്ളൂ. ഒന്നാമതായി നാം ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദേശീയത എന്ന് പറയുന്നത് ദേശത്തിന് സഹജമായ, അതിൽ തന്നെ ജൈവികമായി നിലനിൽക്കുന്ന എന്തോ ഒരു മൂല്യം അല്ല എന്ന കാര്യമാണ്. അത് ഏത് ദേശത്തെ സംബന്ധിച്ചും ശരിയായ ഒരു പ്രസ്താവനയാണ്. ദേശീയത ഒരു സമൂഹം അതിൻ്റെ ആധുനികതയുടെ സന്ദർഭത്തിൽ അതിനെ തന്നെ ഭാവന ചെയ്യുന്ന ഒരു രീതിയാണ്.
അതൊരു ഭാവനാബന്ധമാണ് എന്ന് സാധാരണ നിലക്ക് പറയാം. ഭാവനാബന്ധമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനൊരു ഭൗതിക സ്വഭാവമില്ലെന്നോ അതിന് പ്രവർത്തനശേഷിയില്ലെന്നോ ഒന്നുമല്ല. മറിച്ച് വളരെ ആഴത്തിൽ പ്രവർത്തനശേഷിയുള്ള ഒന്നാണ്, പക്ഷേ സഹജമായുള്ള ഒന്നല്ല. ഇപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യൻ ദേശീയത എന്ന് മനസ്സിലാക്കുന്നത് ചരിത്രാതീത കാലം മുതലേ ഇന്ത്യക്ക് സഹജമായിട്ടുള്ള ഏതോ ഒരു മൂല്യത്തെ മുൻനിർത്തിയോ ഏതോ ഒരു അടിസ്ഥാന ഘടകത്തെ മുൻനിർത്തിയോ അല്ല. മറിച്ചൊരു ആധുനിക സമൂഹം നിലവിൽ വരുമ്പോൾ, ലളിതമായി പറഞ്ഞാൽ മധ്യകാലത്തെ രാജവാഴ്ചയും മധ്യകാലത്തെ നാടുവാഴ്ത്ത ജീവിതക്രമങ്ങളുമൊക്കെ അവസാനിച്ച് ആധുനിക ജനാധിപത്യം നിലവിൽ വരുന്ന ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആധുനികതയിലേക്കൊരു സമൂഹം ചുവടുവെക്കുന്ന ഘട്ടത്തിലാണ് ദേശീയത എന്നതൊരു രാഷ്ട്രീയ ആശയമായി പ്രാബല്യത്തിൽ വരുന്നത്. അങ്ങനെ പ്രാബല്യത്തിൽ വരുമ്പോൾ ദേശീയമായ ഈ ആലോചനയുടെ പശ്ചാത്തലം എന്ന നിലയ്ക്ക് പാരമ്പര്യം ഉപയോഗിക്കപ്പെടും, ഭാഷ ഉപയോഗിക്കപ്പെടും, കലകൾ ഉപയോഗിക്കപ്പെടും, സംസ്കാരത്തിൻ്റെ പലതരത്തിലുള്ള നീക്കിയിരിപ്പുകൾ ഉപയോഗിക്കപ്പെടും. പക്ഷേ അവയൊന്നും അതിൽ തന്നെ ദേശീയമല്ല. ലളിതമായിട്ട് പറഞ്ഞാൽ ലോകത്തെ ദേശീയതകൾ ഏറിയ പങ്ക് ഭാഷയെ മുൻനിർത്തിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഭാഷ അതിൽ തന്നെ ഒരു ദേശീയ മൂല്യമാണ് എന്ന് പറയാൻ പറ്റില്ല. ഭാഷയുള്ളപ്പോഴൊക്കെ എല്ലാ സമൂഹങ്ങളും ദേശീയ സമൂഹങ്ങളായിട്ടുമില്ല. മറിച്ച് ഭാഷയെ മുൻനിർത്തി ഞങ്ങൾ ഒരു ജനതയാണ് എന്ന് ഒരു ജനസമൂഹം പൊതുവിൽ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് അതിന് നമുക്ക് ഭാഷാ ദേശീയത എന്ന് പറയാൻ പറ്റുക. ഇപ്പം മലയാള ഭാഷയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 1200 വർഷമോ ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചരിത്രം നമുക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിലും മലയാള ദേശീയത, കേരള ദേശീയത എന്നൊക്കെ വിളിക്കുന്നതിന് ഒരു 100-120 കൊല്ലത്തെ ചരിത്രമാണ് പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുക. അതിനു മുമ്പ് നാട്ടുരാജ്യങ്ങളായിട്ടും പിന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ ആയിട്ടും പല നിലയിൽ ചെതറിക്കിടക്കുകയും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ വേണാട്ടുകാരനാണെന്നോ കൊച്ചിക്കാരനാണെന്നോ പറഞ്ഞിടത്ത് നിന്ന് ഞാനൊരു മലയാളിയാണ്, കേരളീയനാണ് എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലെ മനുഷ്യർ എത്തിച്ചേർന്നിട്ട് 1.5 നൂറ്റാണ്ടിനപ്പുറം പഴക്കമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഖില കേരള അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം 1920 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനമാണ്. ഒരുപക്ഷെ അതിനും 10-30 കൊല്ലം മുമ്പ് അഖില കേരള അടിസ്ഥാനത്തിൽ ഭാഷാ സാഹിത്യകാരന്മാരെ വിളിച്ചു ചേർത്ത് ഭാഷാപോഷിണി സഭ ഉണ്ടാക്കുകയും ഭാഷാഭൂഷണി സഭയിലൂടെ കേരളം എന്ന ഒരു ഭാഷാ ദേശീയതയെക്കുറിച്ചുള്ള ആദ്യത്തെ ചില ആലോചനകൾ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളം എന്ന ഭൂപ്രദേശമുള്ള കാലം മുതലേ കേരള ദേശീയതയുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൂടാ. ഇന്ത്യ എന്ന ഭൂപ്രദേശമുള്ള കാലം മുതലേ ഇന്ത്യ എന്ന ദേശീയതയുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. അത് മധ്യകാലത്തിൻ്റെയും നാടുവാഴ്ത്തത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും ഒക്കെ തിരോഭാവത്തോടെ, ലളിതമായി പറഞ്ഞാൽ രാജാവിനെ മുൻനിർത്തി രാജ്യത്തെ നിർവചിക്കുന്നതിന് പകരം ജനങ്ങളെ മുൻനിർത്തി രാജ്യത്തെ നിർവചിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ അവകാശാധികാരമുള്ള ജനത ഏതാണ് എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ദേശീയ സമൂഹം എന്ന ആശയം വരുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ഏതാണ് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ ഭരിക്കുന്നതാണ് അല്ലെങ്കിൽ ധർമ്മരാജാവ് ഭരിച്ചിരുന്നതാണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഉത്തരായി. അവിടെ രാജാവിനെ മുൻനിർത്തി രാജ്യത്തെ നിർവചിക്കുകയാണ്. പക്ഷേ കേരളം എന്താണ് എന്ന് ചോദിച്ചാൽ EMS ഭരിച്ചതാണ് കേരളം എന്നോ പിണറായി വിജയൻ ഭരിക്കുന്നതാണ് കേരളം എന്നോ പറയാൻ പറ്റില്ല. മറിച്ച് കേരളം ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS എന്ന് വരും. അപ്പോൾ എന്താണ് കേരളം എന്ന ചോദ്യം വരും. EMSനെ കൊണ്ട് കേരളത്തെ അല്ല, കേരളത്തിലൂടെ EMSനെ കാണുക എന്നത് ജനാധികാരത്തെ, ജനതയെ, രാഷ്ട്രത്തെ നിർവചിക്കുന്നതിൻ്റെ ആദ്യ പടവായി കാണുക. ആരാണ് പ്രധാനം എന്ന ചോദ്യത്തിന് അധികാരിയല്ല, ജനതയാണ്. ഈ ജനാധികാരം എന്ന ഒരു സങ്കല്പം രാജാവിൻ്റെ മുകളിലും പ്രഭുക്കന്മാരുടെ മുകളിലും ഒക്കെ ഉയർന്നു വരുന്ന ആധുനിക ഘട്ടത്തിലാണ് ദേശീയത എന്ന ആശയം വരുന്നത്. ഞാനിത് ഇത്രയും പറയാൻ കാരണം ഇന്ന് 5000 വർഷം പഴക്കമുള്ളതാണ് ഇന്ത്യൻ ദേശീയത എന്നൊക്കെയുള്ള ബഡായികൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വലിയ തോതിൽ ഇങ്ങനെ അലയടിക്കുന്നത് കൊണ്ട് ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരാധുനിക രാഷ്ട്രീയ ആശയമാണ് ദേശീയത. അത് പുറന്തള്ളുന്നത് മധ്യകാല നാടുവാഴ്ത്തത്തെ, ജന്മിവാഴ്ചയെ, രാജാധികാരത്തെ, ഫ്യൂഡൽ മൂല്യങ്ങളെ പുറന്തള്ളിയിട്ട് ആധുനികമായ ജനാധികാരത്തിൻ്റെ ഒരു സന്ദർഭത്തോട് ബന്ധപ്പെട്ടാണ് ദേശീയത എന്നത് ലോകമെമ്പാടും വന്നത്. അത് അടിസ്ഥാനപരമായ ഒരു ഭാവനാബന്ധം കൂടിയാണ്. ഭാവന എന്ന് പറയുന്നത് ഇല്ലാത്തത് എന്ന അർത്ഥത്തിലല്ല, പ്രവർത്തനക്ഷമമല്ലാത്തതെന്ന അർത്ഥത്തിലല്ല, മറിച്ച് മനുഷ്യർ
തങ്ങളെ തമ്മെ കൂട്ടിയിണക്കുന്ന ഒരു ശക്തിയെ സ്വയം വിഭാവനം ചെയ്യുന്നു എന്നതാണ്. ഇപ്പം ഇന്ത്യൻ ദേശീയത എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇന്ത്യൻ ദേശീയതയുടെ ആധാരമായ ഒരു ഭൗതിക വസ്തു എന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ പ്രയാസമാണ്. മുഴുവൻ ഇന്ത്യക്കാരും ഉൾപ്പെടുന്ന ഒരു മതമില്ല, ഒരു ജാതിയില്ല, ഭാഷയില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല. നിങ്ങൾ ഏത് ഘടകം ആലോചിച്ചോളൂ, മുഴുവൻ ഇന്ത്യക്കാർക്കും ബാധകമായ ഒരു ഘടകവും ഇല്ല. നരവംശം പോലുമില്ല. നരവംശപരമായി ലോകത്തിലെ മിക്കവാറും എല്ലാ നരവംശങ്ങളും ഇന്ത്യയിലുണ്ട്, അവയുടെ കൂടിക്കലരലുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് ഇന്ത്യൻ ദേശീയതയുടെ ആധാരം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെ ആത്മബോധമാണ് ഇന്ത്യൻ ദേശീയതയുടെ ആധാരം. ഈ ആത്മബോധം ചരിത്രപരമായി ഉണ്ടായി വരുന്നതാണ്. ഈ ആത്മബോധം മനുഷ്യരെ കൂട്ടിയിണക്കും, മഹാശക്തിയായിട്ട് അത് മാറും, അത് പ്രവർത്തനശേഷി കൈവരിക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ആധാരം മതമോ ജാതിയോ ഭക്ഷണമോ സംസ്കാരമോ വസ്ത്രരൂപങ്ങളോ നരവംശമോ ഒന്നും അല്ല. മറിച്ച് സവിശേഷമായ ഒരു മാനസികമായ ചേർന്ന് നിൽക്കലാണ്. ആ ചേർന്ന് നിൽക്കലിന് ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ഇവിടെ ഞാൻ പറയാൻ മുതിരുന്നില്ല. പക്ഷെ ആധുനികമായി ഒരു സമൂഹം സ്വയം ഭാവന ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് ദേശീയത. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചരിത്രപരമായി നിലവിൽ വരുന്ന ഒന്നാണ്, സത്താപരമല്ല, സ്വയം സിദ്ധമല്ല. ജന്മസഹജമായി ഇവിടെ ഉള്ള ഒന്ന് എന്ന് ദേശീയതയെ സങ്കല്പിച്ചുകൂടാ. ചരിത്രത്തിലൂടെ ഉണ്ടായി വന്നതാണ് എന്നതിൻ്റെ മറ്റൊരർത്ഥം ചരിത്രത്തിൽ പരിണമിക്കാവുന്നതും ഇല്ലാതാകാവുന്നതും ആണ്. വലിയ ചിന്തകരൊക്കെ ദേശീയതയ്ക്ക് അപ്പുറത്തേക്ക് മനുഷ്യവംശത്തെക്കുറിച്ച് ആലോചിച്ചത് അതുകൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യക്കാർ എന്നല്ല, ഞങ്ങൾ മനുഷ്യർ. അങ്ങനെ ആലോചിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ്. അദ്ദേഹം ഈ രാജ്യസ്നേഹം, ദേശീയത തുടങ്ങിയ ആശയങ്ങളെ 100 കൊല്ലം മുമ്പ് തന്നെ ആഴത്തിൽ വിമർശിച്ച ഒരാളായിരുന്നു എന്നും ഓർക്കേണ്ടതുണ്ട്. അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ദേശീയതയെക്കുറിച്ച് ഉള്ള നമ്മുടെ ആലോചനകളുടെ അടിപ്പടവിൽ അത് ഒരു സാമൂഹിക ചരിത്ര ബന്ധമാണ്, അല്ലാതെ സത്താപരമായ ഒരു ജൈവരൂപമല്ല എന്ന കാര്യം നാം ആദ്യമേ ഓർക്കണം. അല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വംശത്തിലോ മതത്തിലോ ജാതിയിലോ ഭാഷയിലോ ഒക്കെ ദേശീയതാ സങ്കല്പത്തെ കൊണ്ടുചെന്ന് കെട്ടി ഈ വംശത്തിലും മതത്തിലും ജാതിയിലും പെട്ടവർക്ക് ഈ ദേശത്ത് സവിശേഷാധികാരമുണ്ട്, അവരാണ് ദേശീയതയുടെ ഉടമാവകാശികൾ, അല്ലാത്തവർ ദേശവിരുദ്ധരാണ്, അല്ലെങ്കിൽ ദേശത്തിനുള്ളിലെ തന്നെ ദേശീയതയ്ക്ക് അവകാശമില്ലാത്തവരാണ് എന്ന വാദഗതികളിലേക്ക് വികസിച്ചു വരുന്നത് ദേശീയതയെ സത്താവൽക്കരിക്കുന്ന സമീപനമാണ്. ആ സത്താവൽക്കരണത്തിന് നിങ്ങൾ ഭാഷയെ ആശ്രയിച്ചാലും ശരി, മതത്തെ ആശ്രയിച്ചാലും ശരി, മറ്റെന്തിനെ ആശ്രയിച്ചാലും ശരി, വിശാലമായ ഒരർത്ഥത്തിൽ സത്താവൽക്കരിക്കപ്പെടുന്ന ദേശീയതാ സങ്കല്പം ഫാഷിസ്റ്റ് പ്രകൃതമുള്ളതാണ്. ഫാഷിസത്തിൻ്റെ ബീജരൂപങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും. അതുകൊണ്ട് ദേശീയതയെ സാമൂഹികവും ചരിത്രപരവുമായ ഒരു പ്രക്രിയയായി മനസ്സിലാക്കുക എന്നത് ദേശീയതയെ ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനമാണ്. അല്ലാത്ത എല്ലാ ദേശീയതാ സങ്കല്പങ്ങളും ഏറിയും കുറഞ്ഞും അമിതാധികാരത്തിലേക്കും ഫാഷിസത്തിലേക്കും ചാഞ്ഞു നിൽക്കുന്നവയാണ്. എല്ലാം സ്വയം അങ്ങനെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ ആ സാധ്യത അതിനകത്തുണ്ട്. അതുകൊണ്ട് ദേശീയത ഒരു ഫാഷിസ്റ്റ് പൊട്ടൻഷ്യലുള്ള ആശയമാകാതിരിക്കണമെങ്കിൽ, ഒരു ഫാസിസ്റ്റ് ആശയമാകാതിരിക്കണമെങ്കിൽ നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയത സഹജമായ ഒന്നല്ല, ചരിത്രപരമായി സാമൂഹികമായി വികസിച്ചു വരുന്ന ഒന്നാണ് എന്നതാണ്. ഇന്ത്യൻ ദേശീയതയെ മുൻനിർത്തി ആലോചിച്ചാൽ ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രം എങ്ങനെയാണ് നിലവിൽ വന്നത്, ഏതൊക്കെ പരിണാമങ്ങളിലൂടെ അത് കടന്നുപോയി എന്നതാണ് നാം ആലോചിക്കേണ്ട ഒരു കാര്യം. ആദ്യമേ പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ദേശീയത എന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ രൂപപ്പെട്ട കാലം മുതൽ ഇതുവരെ ഒരേ പ്രകൃതത്തിലോ ഒരേ താല്പര്യങ്ങളോടെയോ ഒന്നും നിലനിന്നതല്ല. പല ഊന്നലുകൾ, പല ഗതിഭേദങ്ങൾ, തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഒക്കെ ദേശീയതാ സങ്കല്പങ്ങൾക്കുള്ളിലുണ്ട്. അതനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിലും നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തിലും അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിലും ഒക്കെ ധാരാളം വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ ഇന്ന് നേരിടുന്ന വലിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ വേരുകൾ
നമ്മുടെ ദേശീയതാ സങ്കല്പത്തിൻ്റെ ചരിത്രത്തിനുള്ളിലുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഞാൻ അതിൻ്റെ ഒരു രൂപരേഖ, ഇന്ത്യയിലെ വളരെ പ്രമുഖനായ ഒരു ചരിത്ര ചിന്തകൻ അവതരിപ്പിച്ച ഒരു രൂപരേഖ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. AR ദേശായി എന്നു പേരായിട്ടുള്ള ഇന്ത്യയിലെ വലിയ ചരിത്രകാരന്മാരിലൊരാൾ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം സോഷ്യൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹിക അടിസ്ഥാനങ്ങൾ എന്ന പ്രബലമായ, ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് എഴുതപ്പെട്ടതിൽ ഏറ്റവും വിപുലമായ, ഏറ്റവും വ്യാപ്തിയുള്ള ഒരാലോചന അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം 4-5 ഘട്ടങ്ങൾ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച് നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും സർവകലാശാലകളും പാശ്ചാത്യ മാതൃകയിലുള്ള വിദ്യാഭ്യാസവുമൊക്കെ നിലവിൽ വന്നതോടെ, നിങ്ങൾക്കറിയാം 1857 ഇന്ത്യയിലെ ആദ്യത്തെ 3 സർവകലാശാലകൾ വരുന്നത്. ബോംബെയിലും അതുപോലെ മദ്രാസിലും കൽക്കട്ടയിലുമായി സർവകലാശാലകൾ വരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം കോളേജുകൾ വരുന്നുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിക്കുന്നുണ്ട്. ഇതിലൂടെ ആധുനികമായ രാഷ്ട്രീയ ആശയങ്ങളിൽ പരിചയം നേടിയ ഒരു പുതിയ തലമുറ 60കളോടെ 70കളോടെ ഇന്ത്യയിലുണ്ടായി വന്നു. കേരളത്തിൽ അങ്ങനെ ഒരു തലമുറയുടെ ഉത്തമ പ്രതിനിധിയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എഴുതി എന്നൊക്കെ നമ്മൾ കരുതുന്ന ചന്തുമേനോനെ പോലെ ഒരാൾ. വക്കീലന്മാരായി, ജഡ്ജിമാരായി, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി, സർവകലാശാലകളിലും കോളേജുകളിലുമൊക്കെ പഠിച്ച് ആധുനിക രാഷ്ട്രീയ ആശയങ്ങൾ പരിചയപ്പെട്ട ഒരു പുതിയ തലമുറ. വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്, ചുരുക്കം ആളുകളേ ഉള്ളൂ. പക്ഷെ ആ തലമുറ അക്കാലത്ത് നിലനിന്നിരുന്ന രാജവാഴ്ചയുടെയും ജാതി മത കേന്ദ്രിതമായ സമൂഹഘടനയുടെയും കെട്ടുകൾ പൊട്ടിക്കാനും അതിനപ്പുറത്ത് ഒരു രൂപത്തിൽ ഇന്ത്യയെ ഭാവന ചെയ്യാനും ശ്രമിക്കുന്നതാണ് ഇന്ത്യൻ ദേശീയതയുടെ ആദ്യത്തെ ഒരു പ്രഭവസ്ഥാനമായിട്ട് ദേശായി പറയുന്നത്. അതിന് 2 പരിമിതികൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഈ ദേശീയതാ സങ്കല്പം ഏറെക്കുറെ ഒരു മധ്യവർഗ ഭാവന, മിഡിൽ ക്ലാസ് ഇൻ്റലിജൻഷ്യ എന്ന മധ്യവർഗത്തിലെ ഒരു പുതിയ ബുദ്ധിജീവി വിഭാഗം വികസിച്ചു വരുന്നു. അവരുടെ ഒരു രാഷ്ട്രീയ ബോധം എന്ന നിലയിലല്ലാതെ സാമൂഹികമായ വലിയ ഇടപെടലുകളോ സാമൂഹികമായൊരു ഭൗതിക അടിസ്ഥാനം തന്നെയോ ഇല്ലാത്ത ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. തങ്ങൾ ആർജിച്ച രാഷ്ട്രീയ ആശയങ്ങളെ ഇന്ത്യയുമായി ചേർത്ത് വെച്ച് പരിശോധിക്കുക. ജ്ഞാനോദയം, പ്രബുദ്ധതായുഗം എന്നൊക്കെ വിളിക്കുന്ന 18-ാം നൂറ്റാണ്ടിൽ എൻലൈറ്റൻമെൻറ്റ്, ഒപ്പം തന്നെ യൂറോപ്പിൽ വികസിച്ചു വന്ന പുതിയ രാഷ്ട്രീയ ആശയങ്ങൾ, ജനാധിപത്യം അല്ലെങ്കിൽ സ്ഥിതി സമത്വം, സാമൂഹിക സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങൾ, ഇതിനെയൊക്കെ ഇന്ത്യയുടെ സമൂഹഘടനയോട് ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ ഇന്ത്യയെ ഒരു പുതിയ ദേശീയ സമൂഹമായി ഭാവന ചെയ്യാൻ ഈ മധ്യവർഗ ബൗദ്ധിക സമൂഹം ശ്രമിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഒരു ബൗദ്ധിക ഭാവന എന്ന നിലയിലാണ് ഇന്ത്യൻ ദേശീയതയുടെ 1-ാം ഘട്ടം നിലവിൽ വരുന്നതായിട്ട് ദേശായി പറയുന്നത്. ഇതിന് ശേഷം 2ാമത്തെ ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് 19-ാം നൂറ്റാണ്ട് അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടങ്ങളിലുമായി പുതിയ ഒരു ഇന്ത്യൻ സാമൂഹിക വർഗം ദേശീയതയെ തങ്ങളുടെ വീക്ഷണങ്ങളുമായി കൂട്ടിയിണക്കുന്നതാണ്. അത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഒരു കച്ചവട മുതലാളി വിഭാഗം, മർക്കൻഡൈൽ ബൂർഷ്വാസി, ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോകുന്ന ഇന്ത്യയിലെ കച്ചവട വിഭാഗം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നികുതി നയങ്ങളെ ചൊല്ലി ഇറക്കുമതിക്ക് കൂടുതൽ ചുങ്കം ചുമത്തുക, കയറ്റുമതിക്ക് കഴിയുന്നത്ര ചുങ്കം ചുമത്തുക, ഇറക്കുമതി നിർബാധം നടത്തുക, അതുവഴി ഇന്ത്യയിലെ മുതലാളിത്തത്തിൻ്റെ, ഇന്ത്യയിൽ വികസിച്ചു വരുന്ന മുതലാളിത്ത ശക്തികളുടെ വളർച്ചയെ കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തുന്ന, തടയുന്ന ഒരു നികുതി നയമാണ് കൊളോണിയൽ ഗവൺമെൻറ് അന്ന് സ്വീകരിച്ചിരുന്നത്. കൊളോണിയൽ കൊള്ള എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പം ഔപചാരികമായിട്ടല്ലെങ്കിലും പലരും സൂചിപ്പിക്കാറുള്ള ഒരു കണക്ക്, അക്ബറുടെ കാലം കഴിയുമ്പോൾ ലോക വാണിജ്യത്തിൻ്റെ 23% കൈയാളിയിരുന്ന ഇന്ത്യ 1947 ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ലോക വാണിജ്യത്തിൻ്റെ 2% താഴെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് ചുരുങ്ങിപ്പോയിരുന്നു. 23% നിന്ന് 2%-ലേക്ക് ഏതാണ്ട് 2 നൂറ്റാണ്ട് കൊണ്ട് ലോക വാണിജ്യത്തിലെ ഇന്ത്യയുടെ പങ്കാളിത്തം ചുരുങ്ങി തകർന്ന് തരിപ്പണമാകുന്നതിന് വഴിവെച്ച ഒരു പ്രക്രിയ ഇന്ത്യയിലെ സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും വൻതോതിലുള്ള കൊള്ളയാണ്.
ദാദാഭായ് നവറോജിയെ പോലെ ഒരാൾ അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായിരുന്നു കൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ അക്കാലത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇരയായിത്തീരുന്ന ആദ്യത്തെ വിഭാഗം തദ്ദേശീയ മുതലാളി വിഭാഗങ്ങളാണ്. ആ തദ്ദേശീയ മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ തടയുന്ന മട്ടിലുള്ള കോളനി നിയമങ്ങൾക്കെതിരെ തദ്ദേശീയ ബൂർഷ്വാസി എന്ന് വിളിക്കാവുന്ന ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്തം ദേശീയത എന്ന ആശയത്തെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളുമായി കൂട്ടിയിണക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ട് ദേശായി പറയുന്നത്. ആദ്യ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും തമ്മിൽ ചില ബന്ധങ്ങളുമുണ്ട്, ചില അകലങ്ങളുമുണ്ട്. ബന്ധം എന്താണെന്ന് വെച്ചാൽ രണ്ടിനും വിപുലമായൊരു ജനകീയ സ്വഭാവമില്ല. ജനസംഖ്യയിലെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ രണ്ടിലും താല്പര്യം പുലർത്തിയിട്ടുള്ളൂ. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു ബൗദ്ധിക ധാരണയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ വർഗത്തിൻ്റെ സാമ്പത്തിക വീക്ഷണത്തോട് ദേശീയതാ സങ്കല്പം കൂട്ടിയിണക്കപ്പെടുകയും ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക യുക്തിയെ ദേശീയത എന്ന ആശയത്തോട് ബന്ധിപ്പിച്ച് ദേശീയതയ്ക്ക് വർഗപരമായ ചില ഉള്ളടക്കങ്ങൾ നൽകാനുള്ള ശ്രമം ഈ രണ്ടാം ഘട്ടത്തിലുണ്ടാകുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിലും. ഇതാണ് ദേശായി സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ ഘട്ടം. ഈ രണ്ട് ഘട്ടങ്ങളിൽ നിന്നും വഴിമാറി ഇന്ത്യൻ ദേശീയത ഒരു ജനകീയമായ വ്യാപനം കൈവരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 പതിറ്റാണ്ടുകളിലാണ്. ഈ മൂന്നാം ഘട്ടമായി കാണുന്ന ഈ 2 പതിറ്റാണ്ടുകളാണ് ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് മുമ്പുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ നേതാവിന് ജന്മം നൽകിയത് ബാലഗംഗാധര തിലകൻ. തിലകൻ മാത്രമൊന്നുമല്ല, തിലകനെ പോലെ, ലാലാ ലജ്പത് റായെ പോലെ, ബിപിൻ ചന്ദ്രപാലിനെ പോലെ, അല്ലെങ്കിൽ രാംപ്രസാദ് ബിസ്മില്, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ എണ്ണമറ്റ നേതാക്കൾ ഉയർന്നു വരികയും ബ്രിട്ടീഷ് വിരുദ്ധമായ രാഷ്ട്രീയ സമരത്തിൻ്റെ രൂപത്തിലേക്ക് ഇന്ത്യൻ ദേശീയത വളരുകയും ചെയ്യുന്നത് ഈ മൂന്നാം ഘട്ടത്തിലാണ്. ആദ്യത്തെ 2 ഘട്ടങ്ങളിലും അതിനൊരു രാഷ്ട്രീയ സമരത്തിൻ്റെ സ്വഭാവമൊന്നുമില്ല. ഒരു ധാരണ, ചില വീക്ഷണഗതികൾ എന്നതിനപ്പുറത്തേക്ക് അത് വളരുന്നില്ല. മറിച്ച് മൂന്നാം ഘട്ടത്തിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായി നാഷണലിസം എന്ന് പറയുന്നത് പോപ്പുലർ നാഷണലിസം എന്ന് വിളിക്കാവുന്ന ജനജീവിതത്തിൻ്റെ കീഴ്ത്തട്ടിലേക്ക് പടരുകയും മഹാഭൂരിപക്ഷം ജനങ്ങളെയും സ്പർശിക്കുകയും ചെയ്ത, അതുവഴി ഒരു പ്രവർത്തനശേഷി കൈവന്ന ഒരു രാഷ്ട്രീയ ആശയമായിട്ട് ദേശീയത മാറിത്തീരുന്നു എന്നതാണ് ഈ മൂന്നാം ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഒരർത്ഥത്തിൽ നമ്മുടെ ദേശീയതയ്ക്ക് ദേശീയത എന്ന് വിളിക്കാനുള്ള ഒരു വിശാലമായ ഒരർത്ഥം കൈവരുന്നത് തന്നെ ഈ ഘട്ടത്തിലാണ് എന്ന് കാണാം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, 1905 ബ്രിട്ടീഷ് ഗവൺമെൻറ് ബംഗാളിനെ കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളുമായിട്ട് വിഭജിക്കുന്നു. അതിനെതിരെ ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. ഇന്ത്യയിലെമ്പാടും അത് പടർന്നു പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സമരമായി തീരുന്നു. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ വഴിയൊക്കെ അതിനെ വെല്ലുവിളിക്കുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടായി വരുന്നു. പാർലമെൻറ്റിൽ ബോംബെറിഞ്ഞും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ചു കൊന്നും ജഡ്ജിമാരെ ആക്രമിച്ചുമൊക്കെ ബ്രിട്ടനെ വെല്ലുവിളിക്കുന്ന ധീരസാഹസികതയുടെ പ്രവർത്തന രീതികൾ ഇന്ത്യയിൽ ഉണ്ടായി വരുന്നു. സ്വദേശി പ്രസ്ഥാനം ഉണ്ടാകുന്നു. അനുശീലൻ സമിതിയെ പോലുള്ള ഒരർത്ഥത്തിൽ ഒരു നിഗൂഢമായി പ്രവർത്തിക്കുന്ന സായുധമായ പോരാട്ടങ്ങൾക്ക് സജ്ജമായ സംഘങ്ങൾ വികസിച്ചു വരുന്നു. ഇങ്ങനെയെല്ലാം ചേർന്ന് അതുവരെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ധാരണ, ഔപചാരികമായ ചില ബോധ്യങ്ങൾ എന്നതിൽ നിന്ന് പ്രവർത്തനക്ഷമമായ രാഷ്ട്രീയ ആശയം എന്ന നിലയിൽ ജനജീവിതത്തിലേക്ക് ദേശീയത പടർന്നു പിടിക്കുന്നത് ഈ മൂന്നാം ഘട്ടത്തിലാണ്. ഏതാണ്ട് 1920-കൾ വരെ അത് നീളുന്നു. ഈ ഘട്ടത്തിൻ്റെ സമുന്നതനായ നേതാവാണ് ബാലഗംഗാധര തിലകൻ. ഈ മൂന്നാം ഘട്ടത്തിന് ഇങ്ങനെ ജനകീയമായ ഒരു വ്യാപ്തി കൈവരുന്നു എന്നത് ശരിയായിരിക്കെ തന്നെ ഒരുപക്ഷെ പിൽക്കാലത്തെ 1 നൂറ്റാണ്ടായി തുടരുന്ന നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മർമ്മസ്പർശിയായ ഒരു വൈരുദ്ധ്യം പറക്കുന്നതും ഇവിടെ വച്ച് തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ മൂന്നാം ഘട്ടത്തിലെ ദേശീയതാ സങ്കല്പത്തിൻ്റെ, ഇന്ത്യ എന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത് മതമാണ് എന്നതാണ്. ഇപ്പം തിലകനാകട്ടെ, ലാലാ ലജ്പത് റായ് ആകട്ടെ, അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദ്, രാംപ്രസാദ് ബിസ്മിലിനെ പോലുള്ള ആളുകളാകട്ടെ, ഇവരൊക്കെ ഏറിയും കുറഞ്ഞും ഹിന്ദുമതത്തെ മുൻനിർത്തിയാണ് ഇന്ത്യൻ ദേശീയതയെ ഭാവന ചെയ്തത്. ഒരു മതദേശീയതാ സങ്കല്പം.
ചിലരത് വളരെ പ്രകടമായി പറഞ്ഞു, ചിലർ പരോക്ഷമായി പറഞ്ഞു. പക്ഷെ എന്താണ് ഇന്ത്യ എന്ന ദേശീയ സമൂഹത്തിൻ്റെ, ഇന്ത്യയുടെ ആധാരം എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ മതമാണ് അതിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഉത്തരമായിട്ട് നിലനിന്നിരുന്നത്. ചിലർ തെളിവായി പറഞ്ഞു, ചിലരത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരാണ് ദേശീയവാദി എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതൊരു ഹിന്ദുവാണ്. ഒരു മുസ്ലിം അപരവൽക്കരണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ മുസ്ലിം അപരവൽക്കരണം ഒരുപക്ഷെ നമ്മുടെ ദേശീയ മഹാകവിയായിട്ട് നമ്മൾ കാണുന്ന വള്ളത്തോളിൻ്റെ കവിതയിൽ പോലും നിങ്ങൾക്ക് കാണാം. മൊട്ട പാഴ്ത്തലയല്ല വേണ്ടു ഭാരതക്ഷോണി കിരീടം ചൂടാൻ എന്ന് വള്ളത്തോൾ എഴുതുന്നത് ഈ ദേശീയ ബോധത്തിൻ്റെ ഒരു തുടർച്ചയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സമീപകാലത്ത് നോക്കിയറിയാം, മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് പറയുന്ന സമയത്ത് അധിനിവേശകർ എന്നാണ് ഇപ്പോഴത്തെ ഭരണകൂടം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അക്ബറുടെ പേരിലുള്ള തെരുവിൻ്റെ പേര് മാറ്റുന്നു, അല്ലെങ്കിൽ മധ്യകാലത്തെ മുസ്ലിങ്ങളായ ആളുകളുടെ എല്ലാം പേര് മാറ്റുന്നു, പ്രാചീന കാലത്തെ ഏതോ ആളുകളുടെ പേരെല്ലാം മടക്കി കൊണ്ടുവരുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്നതിന് ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം വാട്ട് ഈസ് ഇന്ത്യ എന്നത് അതൊരു ഹിന്ദു ദേശമാണ് എന്ന യുക്തി ഏറിയും കുറഞ്ഞും ഈ ഘട്ടത്തിലുണ്ട്. തിലകനെ പോലെ ഒരാൾ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നവോത്ഥാനപരമോ പരിഷ്കരണപരമോ ആയ എല്ലാ ശ്രമങ്ങൾക്കും എതിരായിരുന്നു എന്ന കാര്യം ഓർക്കണം. തിലകനെ സംബന്ധിച്ച് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പൊളിറ്റിക്കൽ ഫ്രീഡം ഫസ്റ്റ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് ജാതി പ്രശ്നങ്ങൾ, അയിത്തം, ബാലികാ വിവാഹം, വിധവാ വിവാഹം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നീട് പരിഹരിക്കാം. ആദ്യം വേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് എന്ന കാഴ്ചപ്പാടാണ് തിലകനൊക്കെ എടുക്കുന്നത്. ബാലികാ വിവാഹത്തിനെതിരെ അക്കാലത്ത് ഉയർന്നു വന്ന പരിഷ്കരണ ശ്രമങ്ങളോട് വിമുഖനായിരുന്നു തിലകൻ. വിവേകാനന്ദൻ വരെ തിലകനെ ഒരു ഘട്ടത്തിൽ സൂക്ഷ്മമായി വിമർശിക്കുന്നുണ്ട്. വിവേകാനന്ദൻ ഒരിക്കൽ പറയുന്നുണ്ട്, 11ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിലാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ മോക്ഷം ഇരിക്കുന്നതെങ്കിൽ എന്ത് സഹതാവാർഹമാണ് ഈ ദൈവത്തിൻ്റെ കാര്യം എന്ന് വിവേകാനന്ദൻ പറയുന്നത് തിലകൻ്റെ രാഷ്ട്രീയ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് കൂടിയാണ്. പക്ഷേ തിലകൻ സമുന്നതനായ പണ്ഡിതനായിരുന്നു, വലിയ നേതാവായിരുന്നു. ഗണേശോത്സവം പോലെയുള്ള ഗണേശ പൂജ പോലെയുള്ള മതാരാധനകളെ ദേശീയതാ സങ്കല്പവുമായി കൂട്ടിയിണക്കുകയൊക്കെ ചെയ്യുന്നത് തിലകനാണ്. ഇന്നിപ്പോൾ നമ്മുടെ എല്ലാം പഞ്ചായത്തുകളിൽ ഗണേശോത്സവം എത്തി. വാസ്തവത്തിൽ 100 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ കരുതുന്നത് 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ്. 5000 കൊല്ലം എല്ലാറ്റിനുള്ളൊരു കണക്കായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എന്തിനോടും ചേർത്ത് വെച്ച് പറയാം. വാസ്തവത്തിലൊക്കെ പുതിയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുണ്ടായി വന്ന ഒന്നാണ്. അപ്പം ഇങ്ങനെ ദേശീയത ജനകീയമായി വ്യാപിച്ചപ്പോൾ തന്നെ ദേശീയതയുടെ പിന്നാമ്പുറത്ത് മതത്തിൻ്റെ ആഴമേറിയ പിടിമുറുക്കമുണ്ടായ ഒരു ഘട്ടമാണ് ഈ ഇന്ത്യൻ ദേശീയതയുടെ ഈ 3ാം ഘട്ടം, ഒരുപക്ഷെ അതിൻ്റെ ജനകീയ ഘട്ടം. ഈ പിടിമുറുക്കത്തിൽ നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഇന്ത്യൻ ദേശീയത പൂർണ്ണമായി പുറത്തു കടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും, ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും വേരുകൾ വാസ്തവത്തിൽ ഈ 3ാം ഘട്ടം മുതലേ ഉണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നു ഈ 3ാം ഘട്ടം. അതുകൊണ്ട് നമ്മുടെ ദേശീയതാ ചരിത്രത്തിൽ മുമ്പോട്ടുള്ളൊരു വൻ കുതിപ്പായിരിക്കെ തന്നെ അതിനകത്ത് രൂപപ്പെട്ട ഒരു വൈരുദ്ധ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭവുമാണ് ഈ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് പിന്നീട് നമുക്ക് ഏതെങ്കിലും നിലയിൽ അന്നെന്നല്ല പിന്നീട് ഒരു ഘട്ടത്തിലും പൂർണ്ണമായിട്ട് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞതുമില്ല എന്ന് കാണാം. അതുകൊണ്ട് 1920കളിലൊക്കെ ഇന്ത്യയിലെ മുസ്ലിം സാമാന്യ ജനവിഭാഗം ഇന്ത്യൻ ദേശീയതയെ വളരെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇതൊരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള പോക്കാണ് എന്ന് ആ മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ വിദ്യാഭ്യാസവും മറ്റും നേടി ഒരാധുനിക സമൂഹമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പരിണമിക്കുന്നതാണ് ഉചിതം എന്ന് കരുതിയ ധാരാളം പേർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളാണ് അലിഗഡ് സർവകലാശാലയൊക്കെ സ്ഥാപിച്ച സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകളൊക്കെ. ഈ പ്രശ്നം ആദ്യം തിരിച്ചറിഞ്ഞ ആളുകളിൽ ഒരാൾ ഗാന്ധിയാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയതയ്ക്കകത്തുള്ള ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്ന് പറയുന്നത് ഗുരുതരമായൊരു പ്രശ്നമാണെന്നും ഇത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ആദ്യം തിരിച്ചറിയുകയും വളരെ അപകടം പിടിച്ച അല്ലെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ചെയ്തത്. അതാണ് മലബാർ കലാപത്തിൽ എത്തിച്ചേർന്ന ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കാനുള്ള ഗാന്ധിയുടെ ശ്രമം. ഗാന്ധിജി ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനമായി കൂട്ടിയിണക്കുമ്പോൾ നമുക്കറിയാം ഖിലാഫത്തിൽ ദേശീയ മുദ്രാവാക്യങ്ങളൊന്നുമില്ല. തുർക്കിയിലെ ഖലീഫയെ ലോക മുസ്ലിങ്ങളുടെ തലവനായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഖിലാഫത്തിൻ്റെ വാദം.
അത് വാസ്തവത്തിൽ ഒരു ആധുനിക സമൂഹത്തിൽ ഉയരാൻ പാടില്ലാത്ത വാദമാണ്. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള മുസ്ലിങ്ങൾക്ക്, ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു അഖില ലോക തലവൻ ഉണ്ടാകണമെന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിമാൻഡായി വരേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നത് ഒരു ആധുനിക രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. ഈ വീക്ഷണമുള്ളവർ അന്ന് കോൺഗ്രസ്സിൽ ധാരാളമുണ്ട്. ഗാന്ധി ഖിലാഫത്തിനെ കോൺഗ്രസുമായി ചേർക്കാൻ ശ്രമിച്ച സമയത്ത് കോൺഗ്രസിനകത്ത് വലിയ വിയോജിപ്പ് ആ കാര്യത്തിലുണ്ട്. കൗതുകമുള്ളൊരു കാര്യം കൂടി പറയാം. ആ വിയോജിപ്പ് അന്ന് ഏറ്റവും ശക്തമായി അവതരിപ്പിച്ച ഒരാൾ മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്ന അന്ന് ബോംബെയിലെ വലിയ വക്കീലാണ്. ജിന്ന വിജയിച്ച വക്കീലാണ്, ഗാന്ധി പരാജയപ്പെട്ട വക്കീലാണ്. ഗാന്ധിയുടെ ജീവചരിത്രം നോക്കിയാൽ ബോംബെയിലും സൂററ്റിലും വക്കീലാവാൻ ശ്രമിച്ച് കേസൊന്നും കിട്ടാതെ അവസാനം ഓഫീസിൽ ഈ രേഖകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന പണി മാത്രമാണ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. മൂപ്പർക്ക് കോടതിയിൽ പോയിട്ട് വാദിച്ച് ജയിക്കാനൊന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. ഒരു പൊളിഞ്ഞ വക്കീലായിരുന്നു. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് അദ്ദേഹം പോകുന്നത്. ജിന്ന അങ്ങനെയൊന്നുമല്ല. ജിന്ന അതിപ്രതാപിയായ, അക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിയിരുന്ന വക്കീലന്മാരിൽ ഒരാളാണ് ജിന്ന. ജിന്ന കരുതിയത് ഖിലാഫത്തിനെ ഒരു കാരണവശാലും ദേശീയ പ്രസ്ഥാനമായിട്ട് കൂട്ടിയിണക്കരുത്, അതൊരു മതവാദമാണ്, മതം അങ്ങനെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യം ആയിക്കൂടാ എന്നാണ് ജിന്ന കരുതിയത്. ആ ജിന്ന പിന്നെ രാഷ്ട്രീയത്തിൽ എന്ത് നിലപാട്? ഇതൊക്കെ ചരിത്രത്തിലെ വലിയ ഐറണികളാണ്. മതം വേണമെന്ന് കരുതിയ ഗാന്ധിയാണ് മതനിരപേക്ഷതയുടെ വലിയ വ്യക്താവായത്. മതം ആയിക്കൂടാന്ന് കരുതിയ ജിന്നയാണ് മതരാഷ്ട്ര നിർമ്മാണത്തിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനായിട്ട് മാറുകയും ചെയ്തത്. ഗാന്ധിജി ഇത് ചെയ്തതിനൊരു കാരണം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തോട് മുസ്ലിങ്ങൾക്കുള്ള അവിശ്വാസം പരിഹരിക്കാൻ ഇതൊരു പ്രധാനപ്പെട്ട തന്ത്രമാണ് എന്ന് ഗാന്ധി കരുതുകയും ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു റിലീജിയസ് മുദ്രാവാക്യത്തെ, ഒരു മതപരമായ ആവശ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യവുമായിട്ട് അദ്ദേഹം കൂട്ടിയിണക്കുകയുമാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ അതിന് ചില ഫലങ്ങളുണ്ടായി. പക്ഷേ മലബാർ കലാപം എത്തുന്നതോടെ അത് വഴിതിരിഞ്ഞു പോയതായിട്ട് ഗാന്ധി കരുതുന്നു, ദേശീയ പ്രസ്ഥാനം കരുതുന്നു. അത് പിന്നീട് ഇന്ത്യൻ മുസ്ലിങ്ങളെ മലബാർ കലാപത്തെയും മുസ്ലിങ്ങളെ തന്നെയും അവിശ്വാസത്തോടെ നോക്കുന്നതിന് ഒരു വിഭാഗം ദേശീയവാദികൾ കാരണമാവുകയും ചെയ്തു. മാധവൻ നായരെ പോലുള്ള മലബാർ കലാപത്തിലൊക്കെ പങ്കെടുത്ത ആളുകൾ പൊതുവെ ആ കലാപത്തെ വളരെ മാപ്പിള ലഹള എന്ന യുക്തിയിലാണ് കണ്ടത്. അതിന് വേറൊരു ചരിത്രമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് സാമ്രാജ്യത്തുണ്ടാക്കിയ ഒരു യുക്തി കൂടിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മൂന്നാം ഘട്ടത്തിലെ തിലകനൊക്കെ ഉയർന്നു വരുന്ന വലിയ ദേശീയതാവാദത്തിൻ്റെ ജനകീയമായ വ്യാപ്തിയെ മാനിക്കുമ്പോൾ തന്നെ അത് മതപരമായ അതിർത്തികൾക്കുള്ളിലായിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. ഈ മതപരമായ അതിർത്തിയെ പൊട്ടിക്കാനാണ് ഗാന്ധിജി ആദ്യഘട്ടത്തിൽ ഖിലാഫത്തിനെടുത്തത്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഒരു പൊസിഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊസിഷൻ ഇന്ത്യയുടെ ദേശീയ ഭാഷയായിട്ട് ഹിന്ദുസ്ഥാനി വരണം എന്ന വാദമാണ്. ഹിന്ദുസ്ഥാനിയാണ്, ഹിന്ദിയല്ല. ഇന്നിപ്പോൾ ഗാന്ധിയുടെ അക്കൗണ്ടിലാണ് ഹിന്ദി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധി വാദിച്ചത് ഹിന്ദുസ്ഥാനിക്ക് വേണ്ടിയിട്ടാണ്. ഖഡി ബോലി എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലെ പ്രാദേശിക ഹിന്ദിയും ഉറുദുവും ചേർന്നുള്ള ഒരു മിശ്ര ഭാഷയാണ് ഹിന്ദുസ്ഥാനി. അത് ഇന്ത്യയുടെ ദേശീയ ഭാഷയാകണം. അപ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഭാഷകൾ കലർന്നുണ്ടായ ഒരു ഭാഷയെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കിയാൽ അത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വലിയ പ്രയോജനം ചെയ്യും എന്നൊരു കാഴ്ചപ്പാട് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മൂന്നാം ഘട്ടത്തിലെ ദേശീയതാ സങ്കല്പത്തിലെ വൈരുദ്ധ്യങ്ങളെ ആദ്യം തന്നെ തിരിച്ചറിയുന്ന ഒരാൾ ഗാന്ധിജിയായിരുന്നു എന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ മൂന്നാം ഘട്ടത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയത അടുത്ത പടവിലേക്ക് നീങ്ങുന്നത് 1920-കളോടെയാണ്. 20-കളിൽ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ വലിയൊരു വഴിത്തിരിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധി എത്തിച്ചേരുന്നു. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് 1915-ലാണ്. അദ്ദേഹം 1869 ജനിച്ചു. 20 വയസ്സ് വരെ 19 വയസ്സ് വരെ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. 20-ാം വയസ്സോടെ ലണ്ടനിൽ പോയി ബാരിസ്റ്റർ ബിരുദമൊക്കെ നേടി അദ്ദേഹം 1892 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. പിന്നെ അദ്ദേഹം വക്കീലാവാനൊക്കെ ശ്രമിക്കുകയും അവിടെയൊന്നും വിജയിക്കാതെ വന്ന് വൈകാതെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോവുകയും പിന്നെ ഏതാണ്ട് 22-23 കൊല്ലക്കാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് 45 വയസ്സ് കഴിഞ്ഞു. 45-ാം വയസ്സിന് ശേഷം ഇന്ത്യയിലെത്തിയ ഒരാളാണ് വാസ്തവത്തിൽ ഗാന്ധി. പങ്കജ് മിശ്ര ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്ന വളരെ കൗതുകകരമായൊരു കാര്യം, ഗാന്ധിയുടെ അച്ഛൻ പോർബന്തറിലെയും രാജ്കോട്ടിലെയും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള, ചെറിയ നാട്ടുരാജ്യങ്ങളാണ് എങ്കിലും ആ നാട്ടുരാജ്യത്തെ പ്രധാനമന്ത്രി പദത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഗാന്ധിയുടെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ. വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. വൈശ്യനാണെങ്കിലും, വൈശ്യ സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും വലിയ അധികാരവും
സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു ഗാന്ധി കുടുംബം. പങ്കജ് മിശ്ര ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് 1915 ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ 45-ാം വയസ്സിൽ തിരിച്ചു വരുന്നത് വരെ ഇന്ത്യയിലെ ദരിദ്രനായ ഒരു കർഷകനെയോ ഗ്രാമീണനെയോ ഗാന്ധിജി ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. ഇത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ഇങ്ങനെ 45 വയസ്സ് വരെ ഇന്ത്യയിലെ ഒരു ദരിദ്ര കർഷകനെ, ഗ്രാമീണനെ നേർക്കുനേർ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് വാസ്തവത്തിൽ പിന്നീട് ഇവരെ മുഴുവൻ കൂട്ടിയിണക്കി 30 കോടി മനുഷ്യരെ കൂട്ടിയിണക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി സ്വയം മാറിയത് എന്നത് ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരത്ഭുതമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 15 ഗാന്ധി തിരിച്ചെത്തുന്നു. ഗോഖലെ പറഞ്ഞതനുസരിച്ച്, ഗോഖലെയാണ് കേട്ടോ അദ്ദേഹത്തെ ദക്ഷിണാഫ്രിക്കയിൽ പോയി ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും തിലകൻ അറസ്റ്റിലായി. തിലകൻ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പിൻവാങ്ങി. ദേശീയ നേതൃത്വം പൊതുവെ ഒരു അങ്കലാപ്പിലായി നിൽക്കുന്ന സമയത്താണ് ഗോഖലെ ഗാന്ധിയെ ഇവിടേക്ക് മടക്കി കൊണ്ടുവരുന്നത്. 1915 ജനുവരി 9 മറ്റോ ആണ് അദ്ദേഹം ബോംബെയിൽ കപ്പലിറങ്ങുന്നത്. ഗാന്ധി ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ 2-3 വർഷം കൊണ്ട് നടന്നു കാണുന്നു, വണ്ടിയിൽ സഞ്ചരിച്ച് കാണുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു സുപ്രധാനമായ സമരം നടക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ഇന്ത്യാ ചരിത്രത്തിലുള്ള മൗലികമായ ഒരു പരിവർത്തന ബിന്ദു എന്ന പദവിയുടെ കാരണം എന്താണ് എന്നാലോചിച്ചാൽ നമുക്ക് കാണാവുന്നൊരു ഉത്തരം, ചമ്പാരനിൽ ഉയർന്ന മുദ്രാവാക്യം അതുവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും ഉയർന്നിട്ടില്ല. എന്തായിരുന്നു ചമ്പാരൻ്റെ മുദ്രാവാക്യം? കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതായിരുന്നു. കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്ന മുദ്രാവാക്യം വരുന്നു. അതുവരെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതാണ്. ആ മുദ്രാവാക്യത്തെ പതുക്കെ നീക്കി നിർത്തിയിട്ട് ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന മനുഷ്യരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങളെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന ആശയത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് 1920-കൾ മുതൽ നമ്മുടെ ദേശീയത മാറുന്നത്. അത് കർഷകർ വിളവിന് കിട്ടണം എന്നാകാം, അല്ലെങ്കിൽ സ്വദേശി വസ്ത്രം ധരിക്കണം എന്നാകാം, ഉപ്പിന് നികുതി കൊടുക്കില്ല എന്നുള്ളതാകാം, അയിത്തം ഇല്ലാതാകണം എന്നാകാം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്മീഡിയറ്റായൊരു പൊളിറ്റിക്കൽ സ്ലോഗനല്ല, മറിച്ച് ഇന്ത്യയുടെ സാമൂഹ്യ ഘടനയെ അകമേ പരിവർത്തനപ്പെടുത്താൻ പോന്ന മുദ്രാവാക്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് എഴുതുമ്പോൾ, ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനുള്ള സവിശേഷതയെക്കുറിച്ച് എഴുതുമ്പോൾ ഇർഫാൻ ഹബീബ് പറയുന്ന ഒരു വാക്യം ഇതാണ്: അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം ആരംഭിക്കണം എന്ന ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും നന്നായി പ്രയോഗിച്ച ആളുകളിൽ ഒരാൾ ഗാന്ധിജിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർഷകർക്ക് വിളവിന് വില കിട്ടണമെന്ന് പറയുന്നതോടെ രാഷ്ട്രീയ സമരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൃഷിക്കാർ എന്ന് പറയുന്ന ഒരു പുതിയ എൻറ്റിറ്റി ഉയർന്നു വരുന്നു. ഈ കൃഷിക്കാർക്ക്, തൊഴിലാളികൾക്ക് ഇതുപോലുള്ള കൂട്ടായ്മകൾക്കുള്ള മൗലികമായ വ്യത്യാസം എന്താണ്? അക്കാലം വരെ ഉണ്ടായിരുന്ന കൂട്ടായ്മകളുടെ നേതൃത്വം നാടുവാഴികൾ, പ്രഭുക്കൾ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, മേൽജാതി സമൂഹങ്ങൾ ഒക്കെയാണെങ്കിൽ അതിൽ നിന്ന് ഭിന്നമായി ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലേക്കും പടരുന്ന, ഇന്ത്യയുടെ എല്ലാ സാമൂഹ്യ മേഖലകളിലേക്കും പടരുന്ന, ജാതിക്കും മതത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും അപ്പുറമായ സഞ്ചാരശേഷിയുള്ള പുതിയൊരു സാമൂഹ്യ വിഭാഗം കൃഷിക്കാർ ഉയർന്നു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പൊളിറ്റിക്കൽ ഏജൻസി, സാങ്കേതികമായ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഏജൻസി, രാഷ്ട്രീയമായ നിർവഹണ ശേഷി ആരിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ അത് കർഷകരിലേക്ക് എത്തുന്നു, തൊഴിലാളികളിലേക്ക് എത്തുന്നു, യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നു. അതുവരെ രാഷ്ട്രീയ നിർവഹണത്തിൻ്റെ കേന്ദ്രമാരായിരുന്നു മധ്യകാലത്തെ രാജാധികാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, നാടുവാഴുത്തത്തിൻ്റെ പിൽക്കാല രൂപങ്ങൾ. ഇവരൊക്കെ രാഷ്ട്രീയ നിർവാഹകത്വം ഏറ്റെടുക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധതയുടെ കേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്ന സ്ഥിതി മാറുകയും ഇന്ത്യയിലെ പേരറിയാത്ത കോടാനുകോടി വരുന്ന സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങളിലേക്കും അവരുടെ മുൻകൈയിലേക്കും ദേശീയതാ സങ്കല്പം പരിണമിച്ചെത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ കാതൽ. ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് ഇക്കാര്യം പറയാം. ഇപ്പം കേരളത്തിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായി നമ്മൾ കാണുന്ന പഴശ്ശിരാജാവ്. പഴശ്ശിരാജാവിൻ്റെ ആവശ്യം എന്തായിരുന്നു? കമ്പനി മലബാർ വിട്ടുപോകണമെന്നായിരുന്നില്ല.
ബ്രിട്ടൻ ഇന്ത്യ വിടണം എന്നൊന്നും ആയിരുന്നില്ല. പഴശ്ശിയുടെ ആവശ്യം വളരെ നിസ്സാരമായിരുന്നു, ചെറുതായിരുന്നു. കുറുമ്പർനാട്ട് താലൂക്കിലും പരിസര പ്രദേശങ്ങളിലും കരം പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ തൻ്റെ അമ്മാവനാണ് കമ്പനി കൊടുത്തത്. ഈ അവകാശം തനിക്ക് തന്നാൽ പഴശ്ശിയുടെ പ്രശ്നം അവസാനിച്ചു. ഞാൻ പഴശ്ശി മോശമാണെന്ന് പറയല്ല കേട്ടോ, പഴശ്ശിയുടെ സമരം ധീരോദാത്തമാണ്. പക്ഷെ പഴശ്ശിയുടെ പ്രശ്നം കമ്പനി മലബാർ പിടിച്ചതല്ല. പഴശ്ശിയുടെ പ്രശ്നം കമ്പനി അധിനിവേശമല്ല. പഴശ്ശിയുടെ പ്രശ്നം തൻ്റെ നാടുവാഴിത്ത അധികാരത്തിൽ കമ്പനി കൈവച്ചതാണ്. ആ നാടുവാഴിത്ത അധികാരം കമ്പനി പഴശ്ശിക്ക് നൽകിയാൽ ടിപ്പു സുൽത്താനോട് കമ്പനി ഏറ്റുമുട്ടിയ കാലത്ത് പഴശ്ശി ടിപ്പുവിനെതിരെ കമ്പനിക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തതുപോലെ, അത് നമ്മൾ ഓർക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ടിപ്പുവിനെ തെറി പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ വലിയ ദേശാഭിമാനിയായ ഒരാൾ കമ്പനിക്കെതിരെ ടിപ്പു ധീരോദാത്തമായി പട നയിക്കുന്ന കാലത്ത് കമ്പനിയോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്ത ആളായിരുന്നു പഴശ്ശി രാജാവ് എന്നതും നമ്മുടെ ചരിത്രത്തിലെ ഒരു വസ്തുതയാണ്. ഞാനിത് പഴശ്ശിക്കെതിരായ കുറ്റാരോപണമായിട്ട് പറയുകയല്ല, പഴശ്ശിയുടെ ഡിമാൻഡ് ചെറുതായിരുന്നു എന്ന് പറയുകയാണ്. ഹിസ്റ്റോറിക്കലി ലിമിറ്റഡ് ആയിരുന്നു. എന്തായിരുന്നു? മധ്യകാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന നാടുവാഴിത്തപരമായ രാജാധികാരപരമായ അവകാശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നു. മറിച്ച് 920 രൂപപ്പെട്ടു വരുന്ന ദേശീയതയുടെ താല്പര്യം പഴശ്ശിക്ക് കരം പിരിക്കാനുള്ള അവകാശം കിട്ടലല്ല, മറിച്ച് കർഷകർക്ക് വിളവിന് വില കിട്ടണം. ഈ കർഷകരെന്ന പുതിയ എൻറ്റിറ്റി, പിന്നെ വരുന്ന തൊഴിലാളികൾ എന്ന എൻറ്റിറ്റി, 20കളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ട്രേഡ് യൂണിയൻ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാകുന്നു, യുവജന പ്രസ്ഥാനം ഉണ്ടാകുന്നു, സ്ത്രീകളുടെ സംഘടനകൾ ഉണ്ടാകുന്നു. ഇവരൊക്കെ സാമൂഹിക രാഷ്ട്രീയ നിർവഹണത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഇവരൊക്കെ വരികയും രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, മധ്യകാല അവശിഷ്ടങ്ങൾ പതിയെ പതിയെ പുറത്തു പോവുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദേശീയതയുടെ ഉള്ളിലെ രാഷ്ട്രീയ നിർവഹണത്തിൻ്റെ ശക്തിരൂപങ്ങൾ ഒന്ന് പിൻവാങ്ങുന്നു, മറ്റൊന്നുയർന്നു വരുന്നു. പിൻവാങ്ങിയത് മതാധികാരത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും അവശിഷ്ട ലോകങ്ങളാണ്. ഉയർന്നു വന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും യുവാക്കളുടെയും ബഹുജനങ്ങളുടേതുമാണ്. ഈ ഉയർന്നു വന്ന ബഹുജനമാണ് ഇന്ത്യ എന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ പിൽക്കാലത്ത് ആധാരമായത്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നായി തീർന്നു. അത് വെറുതെ ഉണ്ടായ ഒരു വാക്കൊന്നുമല്ല. ഇപ്പം ചിലർ പറയും അമേരിക്കൻ ഭരണഘടന എന്ന് പകർത്തി വെച്ചാന്ന് പറയും. അങ്ങനെ പകർത്തി വെച്ചതല്ല. വി ദ പീപ്പിൾ, നമ്മൾ ഇന്ത്യക്കാർ എന്നതിൽ ഈ രാജാവല്ല, ഈ പ്രഭുവല്ല, ഈ മധ്യകാലത്തെ ജാതി പ്രമാണിമാരല്ല, മറിച്ച് പേരറിയാത്ത കർഷകർ, പേരറിയാത്ത തൊഴിലാളികൾ, കൃമികീടങ്ങളെപ്പോലെ അടിഞ്ഞുപോയ മനുഷ്യർ, അവരാണ് ഈ രാജ്യം എന്ന ഒരു ഭാവന വരികയും അതിനെ മുൻനിർത്തി ഈ രാജ്യത്തെ പുതുതായി സങ്കല്പിക്കുന്ന ഒരു ദേശീയതാ യുക്തി വികസിച്ചു വരികയും ചെയ്തു. ഇത് ഏതാണ്ട് 920കൾ മുതൽ 40കളുടെ പകുതി വരെ ഇന്ത്യൻ ദേശീയതയുടെ കേന്ദ്ര ശക്തിയായി തീർന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ 20-25 കൊല്ലം നീണ്ടു നിന്ന ദേശീയതാ സങ്കല്പവും അതിൻ്റെ അടിസ്ഥാനവുമാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൈമാറി വന്നത്. അതാണ് ഇന്ത്യൻ ഭരണഘടന ആധാരമായത്. അതുകൊണ്ടാണ് ഇന്ത്യ സ്ഥിതി സമത്വമുള്ള മതനിരപേക്ഷമായ സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന് നമ്മുടെ ഭരണഘടന ആമുഖത്തിൽ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ചരിത്രപരമായ വേര് വാസ്തവത്തിൽ ഈ കാലത്തിലാണ് എന്ന് പറയാം. എന്താണ് 3ാം ഘട്ടത്തിൽ നിന്ന് 4ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള മൗലികമായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, 3ാം ഘട്ടത്തിലെ ദേശീയതാ സങ്കല്പം അടിസ്ഥാനപരമായി മതത്തെയാണ് ദേശീയ ഭാവനയുടെ ആധാരമാക്കിയതെങ്കിൽ 4ാം ഘട്ടത്തിൽ 920കൾ മുതലുള്ള ദേശീയതാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം മതമല്ല, മറിച്ച് ബ്രിട്ടീഷ് വിരുദ്ധമായ സമരത്തിലൂടെ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ രൂപപ്പെട്ട ഐക്യബോധമാണ്. ഇന്ത്യക്കാരൻ എന്നതിനെ രൂപപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങളുടെ മതമല്ല, മറിച്ച് ആൻറ്റി ഇമ്പീരിയൽ സ്ട്രഗിളാണ്. രാഷ്ട്രീയമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ് ഇന്ത്യൻ ദേശീയതയുടെ ആധാരം എന്ന് വന്നു. എന്ന് വരികയും പഴയ മതപരവും നാടുവാഴിത്തപരവുമായ രാഷ്ട്രീയ ഏജൻസിക്ക് പകരം മതേതരമെന്ന് വിളിക്കാവുന്ന മതാധിവർത്തിയായ പുതിയ രാഷ്ട്രീയ ശക്തികൾ മുൻപോട്ട് വരികയും ചെയ്യുന്നു. തൊഴിലാളികൾ വരുന്നു, കർഷകർ വരുന്നു, സാധാരണ മനുഷ്യർ വരുന്നു, യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ വരുന്നു. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം വരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരങ്ങളിലൊന്നും ഉപ്പ് സത്യാഗ്രഹം 930 നടക്കുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മുദ്രാവാക്യം വച്ചപ്പോൾ വാസ്തവത്തിൽ AICCയിൽ വലിയൊരു വിഭാഗം ആ മുദ്രാവാക്യത്തോട് യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചിലരൊക്കെ പറഞ്ഞത് ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ സമരം നടത്താൻ ഈ ഉപ്പ് എന്നൊക്കെ പറയുന്നത് മതിയാവുമോ? കുറച്ചുകൂടി ഗൗരവമുള്ള എന്തെങ്കിലും വേണമല്ലോ. ഉപ്പിനെ കുറിച്ചൊക്കെ
ഗാന്ധി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവസാനത്താളെയും സ്പർശിക്കുന്നതായിരിക്കണം ഈ മുദ്രാവാക്യം. നോക്കൂ, നിങ്ങൾ ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു 90% മനുഷ്യർക്കും അതിൻ്റെ ഒരു അർത്ഥമൊന്നും തിരിയില്ല. മറിച്ച് ഉപ്പിന് നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കാരണം ഉപ്പില്ലാത്തൊരു വീടില്ല. അവസാനത്തെ ഇടത്തേക്ക് ഉപ്പെത്തും. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക യുക്തിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ റവന്യൂവിൻ്റെ 20% ഉപ്പ് നികുതിയായിരുന്നു അന്ന്. കാരണം ഉപ്പുണ്ടാക്കുന്നതിൻ്റെ 140% അധികം നികുതി ചുമത്തിയിട്ടാണ് ഉപ്പുണ്ടാക്കുന്നതിനുള്ള ചെലവിൻ്റെ 140% അധികം നികുതി കൂടി ചുമത്തിയിട്ടാണ് ഉപ്പ് അന്ന് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 20% വരുമാനം ഈ ഉപ്പിൽ നിന്നുള്ള നികുതിയാണ്. അതാണ് ഗാന്ധി മുറിച്ച് കളയാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പുതിയൊരു അന്തരീക്ഷത്തെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് 20കൾ മുതൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം വികസിച്ചു വരുന്നത്. അത് ഗാന്ധി ഒറ്റക്കൊരാൾ ചെയ്തു എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഗാന്ധി അതിൻ്റെ ഒരു സംയോജക ബിംബമായി പ്രവർത്തിച്ചു. നിശ്ചയമായിട്ടും ഗാന്ധിയെ വിമർശിച്ച സോഷ്യലിസ്റ്റുകൾ അതിനകത്തുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കർഷകരുണ്ട്, യുവാക്കളുണ്ട്, ട്രേഡ് യൂണിയൻ മൂവ്മെൻ്റ് ഉണ്ട്. ഇവരൊക്കെ രാഷ്ട്രീയമായി ഗാന്ധിയോട് എതിർക്കുമ്പോഴും ഈ പുതിയ ദേശീയതാ സങ്കല്പത്തെ, അതായത് ജനാധികാരം, ജനങ്ങൾ എന്ന് പറയുന്നൊരാശയത്തെ രൂപപ്പെടുത്തുകയും അതിൻ്റെ വ്യത്യസ്ത ധാരകളെ സാമ്രാജ്യവിരുദ്ധ സമരത്തിലേക്ക് കൂട്ടിയിണക്കുകയും ചെയ്യുന്നതിൻ്റെ കേന്ദ്രമായി ഗാന്ധിജി നിലകൊണ്ടു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു മൗലിക പ്രതീകമായി ഗാന്ധി മാറിത്തീർന്നതും രാഷ്ട്രപിതാവ് എന്ന പദവിയിലേക്ക് അദ്ദേഹം പിൽക്കാലത്ത് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. ഒരു ചെറിയ കളിയല്ല. 10-100 തമ്മിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ചെറുകിട രാജ്യങ്ങൾ, തീർത്താൽ തീരാത്ത അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മതവൈര്യങ്ങൾ, കൂട്ടക്കൊലകൾ, ഇതെല്ലാം നിൽക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ കയറി പ്രവർത്തിച്ച് ഇതിനെയെല്ലാം മറികടക്കുന്ന ഒരു ഐക്യബോധത്തെ ഒടാനുകൂടി മനുഷ്യർക്കിടയിൽ രൂപപ്പെടുത്തുകയും അതിനൊരു രാഷ്ട്രീയ ശക്തിയായി മാറ്റുകയും ചെയ്യുന്ന ഇതിൻ്റെ കേന്ദ്രം കൂടിയായിട്ടാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. അതുകൊണ്ട് 20കൾ മുതൽ 45 വരെയുള്ള നമ്മുടെ ഒരു ദേശീയതാ സങ്കല്പത്തെ 2 വാക്കുകൾ കൊണ്ട് നമുക്ക് ചുരുക്കി പറയാം. മൂന്നാം ഘട്ടത്തെ ദേശായി വിശേഷിപ്പിക്കുന്നത് മിലിറ്റന്റ് ഹിന്ദു നാഷണലിസം എന്നാണെങ്കിൽ, നാലാം ഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സെക്യുലർ പോപ്പുലർ നാഷണൽ എന്നാണ്. മതനിരപേക്ഷവും ജനകീയവുമായ പുതിയൊരു ദേശീയതാ ഭാവന വരുന്നു. ഈ മതനിരപേക്ഷമായ ദേശീയതയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും മതാധിഷ്ഠിതമായ ദേശീയതയെ പിന്നോട്ട് തള്ളി മാറ്റുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഗാന്ധി ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ നിത്യശത്രുവായി തീർന്നത്. അതല്ലാതെ അദ്ദേഹം മതമില്ലാത്ത ആളോ ദൈവമില്ലാത്ത ആളോ ഒന്നും ആയതുകൊണ്ടല്ല. മതവും ദൈവവും ഇല്ലാത്ത ആൾ നെഹ്റു ആയിരുന്നു. പക്ഷെ വെടിവെച്ച് കൊന്നത് നെഹ്റുവിനെ അല്ല, ഗാന്ധിയെയാണ്. കാരണം ഗാന്ധി ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ മതമൊക്കെ നിൽക്കെ തന്നെ മതമല്ല ഈ രാജ്യം എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കേന്ദ്രം ഗാന്ധിജിയായിരുന്നു എന്നതാണ്. ഇതാണ് ഗാന്ധിയുടെ ചരിത്രപരമായ വലിയ ഒരു പ്രാധാന്യം. അദ്ദേഹം കോടാനുകോടി മനുഷ്യരെ കൂട്ടിയിണക്കി. ഒപ്പം തന്നെ രാഷ്ട്ര നിർവചനത്തിൻ്റെ ആധാരത്തിൽ നിന്ന് മതത്തെ ഒഴിവാക്കുകയും മതത്തിനപ്പുറമുള്ള ഘടകങ്ങളെ അതിലേക്ക് വലിയ തോതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു എന്ന് പറയാം. 5ാം ഘട്ടം എന്ന് വിളിക്കാവുന്ന 1945 വിഭജനവാദം ശക്തിപ്പെട്ടതോടെ ഒരുപക്ഷെ ഈ ഏകീകൃതമായ സാമ്രാജ്യവിരുദ്ധ ദേശീയത എന്നത് ദുർബലപ്പെടുന്നു. 45 ശേഷം ഇന്ത്യ 2ആയി വിഭജിക്കപ്പെടുന്നു. മതരാഷ്ട്രമായി പാകിസ്ഥാൻ വരുന്നു, മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ വരുന്നു. 47 സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ഇന്ത്യ ഒരു സ്റ്റേറ്റ് നാഷണലിസത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഈ 5 ഘട്ടങ്ങളായിട്ട് ദേശായി പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനിടയിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. 1920 മുതൽ 45 വരെയുള്ള കാൽനൂറ്റാണ്ട് കാലത്തെ ദേശീയ പ്രസ്ഥാനം അതിന് മൗലികമായി ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളും ഉള്ളപ്പോൾ തന്നെ അടിസ്ഥാനപരമായ ഒരു പരാധീനതയുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിന്ന് പ്രധാനമാണ്. എന്താണ് പരാധീനത? രാഷ്ട്രീയമായി വലിയ തോതിൽ അത് ഇൻക്ലൂസീവായിരുന്നു. ഇന്ത്യയിലെ വ്യത്യസ്ത വീക്ഷണങ്ങളെ, രാഷ്ട്രീയ നിലപാടുകളെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയതാ സങ്കല്പം അക്കാലത്ത് നിലവിൽ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായ അതേ ഇൻക്ലൂസീവ്നെസ്, ഉൾക്കൊള്ളൽ ശേഷി സാംസ്കാരികമായിട്ട് ഇന്ത്യക്കുണ്ടായില്ല. അതുകൊണ്ട് എന്തു പറ്റി? രാഷ്ട്രീയമായി നമ്മൾ പലതിനെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയതയുടെ ഒരു ഉൾക്കൊള്ളൽ ദേശീയത വന്നെങ്കിലും ഈ ദേശീയതയുടെ സാംസ്കാരികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറെക്കുറെ എന്താ പറയുക,
മതാത്മകമായ വൈദികമെന്നോ ബ്രാഹ്മണികമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒന്നിനപ്പുറത്തേക്ക് നീങ്ങേണ്ടയില്ല. ഇത് പിൽക്കാലത്ത് വലിയ അപകടം ചെയ്തൊരു കാര്യമാണ്. ഇപ്പം അമർത്യാസൻ ഇന്ത്യയിലെ ദേശീയതയുടെ പാരമ്പര്യ സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പാരമ്പര്യ സങ്കല്പത്തിലുള്ള മൗലികമായ ഒരു പരാധീനത 3 പാരമ്പര്യങ്ങളെ അത് ഒഴിച്ചു നിർത്തി എന്നതാണ്. 3 പാരമ്പര്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, വൈദികേതരമോ ബ്രാഹ്മണേതരമോ ആയ മതപാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ ഹൈന്ദവേതരമായ മതപാരമ്പര്യം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്ന സമയത്ത് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപിടകങ്ങൾ എന്ന് പറയില്ല. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്, അതിൻ്റെ സംഗ്രഹങ്ങളാണ് പിടകങ്ങൾ. ഈ ത്രിപിടകങ്ങളെ, അല്ലെങ്കിൽ ഇന്ത്യയെ വേദങ്ങളുടെ നാട് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയെ ബുദ്ധൻ്റെ നാട് എന്ന് സാമാന്യേന പറയാനായിട്ട് നമ്മൾ ശീലിച്ചിട്ടില്ല. കാരണം ബുദ്ധമതം എന്ന് പറയുന്നത്, ജൈനമതം എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ അളവിലാണ് മറ്റു മതങ്ങൾ. ക്രിസ്തു മതമാകട്ടെ, ഇസ്ലാം ആകട്ടെ, യഹൂദമതമാകട്ടെ, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ഒരു വീക്ഷണഗതി ഉണ്ടായി വന്നില്ല. ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സോപാന സംഗീതം കേരള സംഗീതമാണ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ സോപാന സംഗീതം കേൾക്കുകയും മനസ്സിലാകുകയും രസിക്കുകയും ചെയ്തവർ കേരളത്തിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000-ൽ ഒരാൾ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. കാരണം ഇതെന്താണെന്ന് തന്നെ വ്യവസ്ഥയുള്ളൊരു സംഗതിയല്ല. ഇതാണ് സോപാനം എന്ന് കരുതി അതാണ് സോപാനം എന്നല്ലാതെ അതിനൊരു കർണാടക സംഗീതം പോലെയൊന്നൊരു ക്രമീകൃത വ്യവസ്ഥയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സോപാനത്തെ കേരള സംഗീതം എന്ന് വിളിക്കും, പക്ഷേ നിങ്ങൾ മാപ്പിളപ്പാട്ടിനെ കേരള സംഗീതം എന്ന് വിളിക്കില്ല. അല്ലെങ്കിൽ കേരളത്തിലെ യഹൂദന്മാർ പാടിയിരുന്ന പെൺപാട്ടുകളെ സ്കറിയ മാഷ് അത് സമാഹരിച്ച് കാർകുഴലി എന്ന പേരിൽ വലിയൊരു സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ യഹൂദ സ്ത്രീകൾ പാടിയിരുന്ന പാട്ടുകളാണ്. അതിനെ നിങ്ങൾക്കൊരിക്കലും കേരളീയം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം കേസരി അക്കാലത്ത് എഴുതുന്ന ഒരു മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്, തിരുവിതാംകൂർ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. തിരുവിതാംകൂർ ഗവൺമെൻറ് കേരളത്തിലെ ചുമർചിത്രങ്ങളെ സംരക്ഷിക്കുമ്പോൾ അത് ഹിന്ദു ദേവാലയങ്ങളിലെ ചുമർചിത്രങ്ങളെ മാത്രം സംരക്ഷിക്കാതെ കേരളത്തിലെ അതിസമ്പന്നമായ ക്രൈസ്തവ ചുമർചിത്ര പാരമ്പര്യങ്ങളെയും സംരക്ഷിക്കണം. മതപരമായ സങ്കുചിതത്വം കലയിൽ കാണിക്കരുത് എന്ന് കേസരി അന്ന് എഴുതുന്നുണ്ട്. ഇത് എഴുതിയിട്ട് ഏതാണ്ട് 100 കൊല്ലം ആവാറായി. ഇന്നും ചുമർചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലച്ചുമരിലെ ഗണപതിയാണെന്നാണ് നമ്മൾ കരുതുക. കഞ്ഞൂർ പള്ളിയിലുണ്ട്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തെ പള്ളികളിലൊക്കെ കാണാൻ പറ്റും ഈ ചുമർചിത്രങ്ങൾ. പക്ഷേ ഇത് കേരളീയ ചുമർചിത്രമാണെന്ന് നമ്മൾ കരുതില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈന്ദവേതരമായ മതപാരമ്പര്യങ്ങൾ പൊതുവിൽ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന അവബോധം വികസിപ്പിച്ചെടുക്കാൻ അതിനെ ഇന്ത്യൻ ദേശീയതയ്ക്ക് രാഷ്ട്രീയമായി കഴിഞ്ഞതുപോലെ സാംസ്കാരികമായി കഴിഞ്ഞില്ല. ഇതാണ് അമർത്യാസൻ പറയുന്ന ഒരു കാര്യം. വിശദാംശങ്ങൾ ഒരുപാട് പറയണം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ തദ്ദേശീയ പാരമ്പര്യങ്ങൾ, ഇന്ത്യയിലെ നാട്ടുകൂട്ടങ്ങൾ, ആദിവാസി സമൂഹങ്ങൾ, സവിശേഷ ജാതി വിഭാഗങ്ങൾ ഒക്കെ അവരവരുടേതായി വികസിപ്പിച്ചെടുത്ത വിജ്ഞാനത്തിൻ്റെയും വൈഭവത്തിൻ്റെയും വലിയൊരു ലോകമുണ്ട്. ആ വിജ്ഞാന വൈഭവങ്ങളെ ഒന്നും നമ്മൾ ദേശീയമായിട്ട് കാണില്ല. ഉദാഹരണത്തിന് അജന്തയിൽ നിന്ന് തുടങ്ങുന്ന ചിത്രകല ഇന്ത്യൻ ചിത്രകലയാണ് എന്ന് പറയുകയും അത്ര തന്നെ മഹിമയുള്ള വർളിയിലെ ചിത്രകല ആദിവാസി കലയാണ് എന്ന് പറയുകയും ചെയ്യും. അജന്ത ഇന്ത്യൻ ആയിരിക്കുന്നത് പോലെ അതേ അളവിൽ ഇന്ത്യനാണ് വർളിയിലെ ആദിവാസി കലയും. കഥകളി കേരളീയമായിരിക്കുന്നത് പോലെ അത്ര തന്നെ കേരളീയമാണ് ഒരു മാർഗം കളിയോ ഒരു തെയ്യമോ. പക്ഷെ നമ്മൾ കേരളീയതയുടെ മുദ്ര സവിശേഷമായി നിലനിർത്തുകയും തദ്ദേശീയ ജനതയുടെ ജ്ഞാനവൈഭവങ്ങളെ ദേശീയമായൊരു പാരമ്പര്യമായി ഉൾക്കൊള്ളാനായിട്ട് മടിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തു പറ്റി? നാട്ടുകൂട്ടായ്മകൾ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒട്ടും മതപരമല്ലാത്ത തികച്ചും ഭൗതികമായ വിജ്ഞാന വൈഭവങ്ങൾ ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ലാണ്ടായി, അതെല്ലാം മാർജിനലായി. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തെ, ഭൗതികവാദമല്ല, ഭൗതികവാദം ലോകായുധം പോലെയോ ചാർവാകം പോലെയോ ഒക്കെ ഉള്ള ഭൗതികവാദ പാരമ്പര്യത്തെ അല്ല, ഭൗതിക വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തെ. ഉദാഹരണത്തിന് കാമസൂത്രം, അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, രസവിദ്യ, ഇങ്ങനെയുള്ള വിജ്ഞാന പാരമ്പര്യങ്ങളെ നമ്മൾ ദേശീയ പാരമ്പര്യമായിട്ട് കാണില്ല. ഇപ്പോൾ ഉപനിഷത്ത് ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഗണിതം ഇന്ത്യൻ ദേശീയ പാരമ്പര്യമാണെന്ന് സങ്കല്പിക്കാൻ പ്രയാസമാണ്. ശങ്കരാചാര്യരുടെ പേര് കേരളത്തിൽ എല്ലാവർക്കും അറിയാം.
പക്ഷേ സംഗമഗ്രാമമാധവൻ്റെ പേര് കേരളത്തിൽ MSc മാത്തമാറ്റിക്സ് പാസ്സായ ആളുകൾക്കും അറിഞ്ഞുകൂടാ. ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന അനന്തശ്രേണി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഗണിത സങ്കല്പങ്ങളിലൊന്ന് യൂറോപ്പിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തിയ കേരളീയ ഗണിതജ്ഞനാണ് ഇരിങ്ങാലക്കുടക്കാരൻ എന്ന് കരുതപ്പെടുന്ന സംഗമഗ്രാമമാധവൻ. 18-ാം നൂറ്റാണ്ടിൽ കാൽക്കുലസ് യൂറോപ്പിൽ വികസിച്ചതിന് ഏതാണ്ട് തത്തുല്യമായ നിലയിൽ കേരളത്തിൽ അത് വികസിപ്പിച്ചെടുത്ത ഒരാളായിരുന്നു തിരൂരുകാരനായിട്ടുള്ള നീലകണ്ഠ സോമയാജി. സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നു, ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ്, സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുകയല്ല എന്ന് കോപ്പർനിക്കസ് 16-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തുന്നതിന് 1100 കൊല്ലം മുമ്പ് ഈ കാര്യം സൂചനാരൂപത്തിൽ പറഞ്ഞ ഒരാളാണ് ആര്യഭടൻ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു അപകടമുണ്ട്, എല്ലാം ഇവിടെ കണ്ടുപിടിച്ചിരുന്നു എന്നുള്ള ഒരു വാദമായിട്ടത് മാറും. ആ വാദം ഒരു അസുഖമാണ്, ഒരു ചികിത്സയില്ലാത്തതാണ്. എനിക്ക് അസുഖമില്ല കേട്ടോ, എനിക്ക് അസുഖമേ ഇല്ല. എല്ലാം ഇവിടെ കണ്ടുപിടിച്ചു എന്നല്ല, എല്ലാം ഒരിടത്തും കണ്ടുപിടിക്കുന്നില്ല, മനുഷ്യർ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് എല്ലാറ്റിനെക്കുറിച്ചും പറയാവുന്ന ഒരേ ഒരു ശരി. ബാക്കിയൊക്കെ അവനവൻ്റെ മിഥ്യാഭിമാനങ്ങളാണ്. പലപ്പോഴും ഈ മിഥ്യാഭിമാനത്തിൻ്റെ പേരാണ് ദേശീയബോധം. അതാണൊരു വലിയ അപകടം. കേസരി പണ്ട് പറയുന്നൊരു വാക്യമുണ്ട്, അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചതെന്ന് കരുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എപ്പോൾ വരെ? അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ. അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയാൽ അവിടെയും ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടാവും. നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം. അതുകൊണ്ട് മനുഷ്യവംശത്തിന് പൊതുവിൽ എന്തേ പറയാനുള്ളൂ? പങ്കുവയ്പ്പാണ്. അതുകൊണ്ട് ഞാൻ അതൊരു അതിവാദമായിട്ട് പറയല്ല. പക്ഷേ ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം എന്ന നിലയിൽ നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ കാമസൂത്രം വരില്ല, അർത്ഥശാസ്ത്രം വരില്ല, ഗണിതം വരില്ല, അല്ലെങ്കിൽ വൃക്ഷായുർവേദം വരില്ല, ഭൗതിക വിജ്ഞാന രൂപങ്ങൾ വരില്ല. വരുന്നത് ഉപനിഷത്ത് വരും, വേദങ്ങൾ വരും, അതുമായി ബന്ധപ്പെട്ട മെറ്റാഫിസിക്കൽ തിങ്കിങ് മുഴുവൻ വരും. ഞാനത് വരണ്ടെന്നല്ല പറയണത്, അത് വരണം, ഒപ്പം തന്നെ ഇതും വരണം. കാരണം ഈ വിജ്ഞാനം, രസവിദ്യയ്ക്ക് മതമൊന്നുമില്ല. തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കുതബ് മിനാറിനടുത്ത ഇരുമ്പ് തൂണ് നോക്കിയാൽ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ തത്വം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിൽ മതമൊന്നുമില്ല. അല്ലെങ്കിൽ ഗണിതം വികസിച്ച് വരുമ്പോൾ മതമായിട്ടല്ല. അർത്ഥശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ് രാജാവ് രാജ്യത്ത് നികുതി പിരിക്കേണ്ടത്, എങ്ങനെയാണ് ശത്രുക്കളെ തകർക്കേണ്ടത്, രാജ്യം കൊണ്ടു നടക്കേണ്ടത് എന്നാണ്, മതമല്ല. അങ്ങനെ തികച്ചും മതനിരപേക്ഷമായി വികസിച്ചു വന്ന നൂറുകണക്കിന് ഭൗതിക വിജ്ഞാന രൂപങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാത്മജ്ഞാനത്തെയാണ് നമ്മൾ പൊതുവിൽ ദേശീയ ജ്ഞാനമായി കണ്ടത്. അപ്പോൾ ഫലത്തിൽ 3 പാരമ്പര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ഹൈന്ദവേതര മതപാരമ്പര്യങ്ങൾ, തദ്ദേശീയ ജ്ഞാനവൈഭവങ്ങൾ, ഒപ്പം തന്നെ ഭൗതിക വിജ്ഞാന പാരമ്പര്യങ്ങൾ. ഇവയൊക്കെ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ ഭൂതകാലം എന്ന് വിളിക്കുന്നത്, ഇന്ത്യയുടെ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് മിക്കവാറും ബ്രാഹ്മണികമായൊരു വ്യവഹാരത്തിനുള്ളിലായി തീർന്നു. അതാകട്ടെ പിന്നീടൊരു ഘട്ടത്തിൽ മതരാഷ്ട്രവാദികൾക്ക് കൈയാളാൻ എളുപ്പമുള്ള ഒന്നും ആയിരുന്നു. ആ ഘട്ടത്തിൽ അത് കൈയാളിയിട്ടില്ല. കാരണം ഗാന്ധിയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും മതനിരപേക്ഷമായ ശക്തമായൊരു നിലയുള്ളത് കൊണ്ട് ദേശീയതയുടെ അടിപ്പടവിൽ സാംസ്കാരിക മൂലധനം എന്ന നിലയ്ക്ക് മതം നിലനിൽക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി അതിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 45-ൽ രാഷ്ട്രം, ദേശീയതാ സങ്കല്പം പിളരുന്നു. 47-ൽ രാഷ്ട്രം പുതുതായി നിലവിൽ വന്നു. ഈ രാഷ്ട്രമാകട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ രാഷ്ട്രത്തിൽ എന്താണ് സംഭവിച്ചത്? 47-ന് ശേഷം ഇതൊരു സ്റ്റേറ്റ് നാഷണലിസം എന്ന പദവിയിലേക്ക് എത്തി. ഭരണകൂട ദേശീയത, ഭരണകൂടം ദേശീയതയുടെ മൊത്തം അധികാരം ഏറ്റെടുക്കുകയും ജനങ്ങളുടെ ദേശീയത, ജനങ്ങളുടെ രാഷ്ട്രം എന്നതിൽ നിന്ന് രാഷ്ട്രത്തിൻ്റെ ഉടമാവകാശി ആരാണ്? സ്റ്റേറ്റാണ് എന്ന് കരുതാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് സ്റ്റേറ്റ് നിർവഹിച്ചു വന്നപ്പോൾ ദേശീയതയ്ക്ക് സംഭവിച്ച ഒരു തകരാറ് ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ പറയാം. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ ഭരതനാട്യം നർത്തകിയായിരുന്നു ബാലസരസ്വതി. 400 കൊല്ലം പഴക്കമുള്ള ദേവദാസി നൃത്ത പാരമ്പര്യത്തെ തൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവിഷ്കരിച്ചത് ബാലസരസ്വതിയാണ്. ഈ ബാലസരസ്വതി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിലെ നർത്തക സംഘങ്ങൾ പോകുമ്പോൾ അതിൽ അംഗമായി ക്ഷണിക്കപ്പെട്ടതിന് ശേഷം ഡൽഹിയിൽ വെച്ച് അവരുടെ നൃത്തം വേണ്ടത്ര ഭാരതീയമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതിനെക്കുറിച്ച് അവരുടെ ജീവചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ആരെയാണ് പകരം കൊണ്ടുപോയത്? 30-ാം വയസ്സ് വരെ ബാലെ പഠിക്കുകയും
യൂറോപ്പിൽ ബാലെ പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്ന് മദ്രാസിൽ വന്ന് അടയാറിൽ വന്ന് അത് ഭരതനാട്യമാക്കി മാറ്റുകയും പഴയ സതിർണ ഭരതനാട്യമാക്കി മാറ്റുകയും ഭരതനാട്യം എന്ന് പറയുന്ന ഒരു പുതിയ നൃത്തരൂപമായി അതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്ത രുക്മിണി ദേവി അരുണ്ടേൽ ഇന്ത്യൻ ദേശീയ നൃത്തകാരിയായി തീരുകയും 400 കൊല്ലക്കാലം ഇടമുറിയാതെ നിന്ന ഒരു നൃത്ത പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ തലക്കലെ നർത്തകി എന്ന് മാത്രമല്ല ഇന്ത്യ ഇക്കാലം വരെ കണ്ട ഏറ്റവും വലിയ നർത്തകികളിൽ ഒരാളെ വേണ്ടത്ര ദേശീയമല്ല എന്ന് പറഞ്ഞ് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, ഒരു ഡൈനാമിക്സ് നമ്മുടെ സ്റ്റേറ്റ് നാഷണലിസത്തിനകത്ത് വന്നു. ലളിതമായി പറഞ്ഞാൽ സ്റ്റേറ്റ് നാഷണലിസം എന്നത് ഒട്ടൊക്കെ സാൻസ്ക്രിറ്റൈസ് ചെയ്യപ്പെട്ട, സംസ്കൃതവൽക്കരിക്കപ്പെട്ട, ഹിന്ദുമത യുക്തികളോട് കൂടുതൽ ചേർന്ന് പോകുന്ന ഒന്നായിട്ട് മാറിത്തീരുകയും ഇന്ത്യൻ ദേശീയതയെ ആഴത്തിൽ കൂട്ടിയിണക്കിയിരുന്ന അതിൻ്റെ അകമേയുള്ള സമരോത്സുകതയും സാമ്രാജ്യവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ബന്ധങ്ങളും ദുർബലപ്പെടുകയും ചെയ്തു എന്നതാണ് ഒരുപക്ഷെ 6ാം ഘട്ടം എന്ന് വിളിക്കാവുന്ന 1950കളിൽ തുടങ്ങി 90കൾ വരെ തുടരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പരിമിതി. അതുകൊണ്ട് പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആയതുപോലെ കൾച്ചറൽ ഇൻക്ലൂസീവ് ആയില്ല. കൾച്ചറൽ ഡൊമൈനിൽ, സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ ദേശീയത ഏതാണ്ട് ഹിന്ദുത്വത്തിൻ്റെ യുക്തികൾക്ക് ഇണങ്ങിപ്പോകുന്നതായി രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിനെ ചെറുക്കാനായിട്ട് ഗാന്ധിജിയെ പോലെ ഒരാൾക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഇത് തിരിച്ചറിഞ്ഞിരുന്ന ആളാണ്. സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ കയറി അതിനെ പൊട്ടിക്കാൻ ഗാന്ധിജി ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിയുടെ അഹിംസാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെ വാസ്തവത്തിൽ ചരിത്രപരമായി നിലനിൽക്കുന്ന ഹിന്ദുമതത്തെ അതിനുള്ളിൽ കടന്നു കയറി ആക്രമിക്കുക എന്നതാണ്. ഇത് ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞ ആൾ ഗോഡ്സെയാണ് കേട്ടോ. ഗോഡ്സെ അത് പറയുന്നുണ്ട്. ഗാന്ധിയെ വെടിവെച്ച് കൊന്നതിൻ്റെ ഒരു കാരണം അഹിംസയെ കുത്തിക്കടത്തി ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്താനാണ് ഗാന്ധിജി ശ്രമിച്ചത് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം ഹിന്ദുമതത്തിൻ്റെ ചരിത്രത്തിൽ സഹജമായ അഹിംസയൊന്നുമില്ല. യുദ്ധങ്ങളും കൂട്ടക്കൊലകളും പിടിച്ചടക്കലുകളും പടയോട്ടങ്ങളും ഒക്കെ ചേർന്നതാണ് ഹിന്ദുമതത്തിൻ്റെ ചരിത്രം. ഗാന്ധി അതിനകത്തേക്ക് ഈ അഹിംസയെ കൊണ്ടുവരികയും ഇല്ലാത്ത ഒരു മൂല്യത്തെ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുത്തൊരു പാരമ്പര്യമാക്കി നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഹിന്ദുമതത്തെ തകർക്കലാണ് എന്നാണ് ഹിന്ദുവാദികൾ അന്ന് കരുതുന്നത്. ഇതാണ് ഗാന്ധിയോടുള്ള ശത്രുതയുടെ ഒരു കേന്ദ്ര പ്രശ്നം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മതരാഷ്ട്രത്തിൻ്റെ യുക്തിയിലേക്ക് ദേശീയത പോയപ്പോൾ മതരാഷ്ട്രം രാഷ്ട്രരൂപം നേരിട്ട് ആർജിച്ചില്ലെങ്കിലും ഇന്ത്യയിൽ അതിൻ്റെ സാംസ്കാരിക മൂലധനമായി ഒട്ടൊക്കെ വൈദികമായൊരു ഉള്ളടക്കത്തെ, ബ്രാഹ്മണികമായ ഉള്ളടക്കത്തെ ഒക്കെ നിലനിർത്തുകയും ഇന്ത്യൻ ദേശീയത സമം ഹൈന്ദവം എന്ന ഒരു യുക്തി അകമേ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 90കളിൽ നിയോ ലിബറലിസം വരുന്നു. നിയോ ലിബറലിസം ഇന്ത്യയിലെ ദേശീയതാ യുക്തിയെ വേറെ പല നിലകളിൽ ദുർബലപ്പെടുത്തുകയും ഈ നിയോ ലിബറലിസം ബ്രിട്ടീഷ് വിരുദ്ധമായ ഐക്യബോധമായിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ ആധാരമെന്ന സ്ഥിതി മാറി ഭരണകൂട ദേശീയതയെ കൈയാളുകയും ഭരണകൂടം നിയോ ലിബറൽ യുക്തികളെ അതേപടി സ്വീകരിക്കുകയും ചെയ്തതോടെ ദേശീയമായ ഐക്യബോധത്തിൻ്റെ അകമേയുള്ള കണ്ണികൾ പൊട്ടുകയും ചെയ്തു. ഇങ്ങനെ ദേശീയമായ ഐക്യബോധത്തിൻ്റെ കണ്ണി അകമേ പൊട്ടുന്ന സന്ദർഭത്തിലാണ് ദേശീയതയുടെ സാംസ്കാരിക ഭൂതകാലത്തെ മൂലധനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വം വികസിക്കാൻ തുടങ്ങുന്നു. 90കൾ മുതൽ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഭൂതകാലം ഹൈന്ദവമാണ്, മതാത്മകമാണ്, മറ്റുള്ളവർ വന്നവരാണ്, അധിനിവേശകരാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ ഉന്നയിച്ച് ബാബറി മസ്ജിദ് തകർക്കുന്നു, ഗോധ്രയിൽ കൂട്ടക്കൊല അരങ്ങേറുന്നു, മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നു, മറ്റെല്ലാ മതങ്ങളും കടന്നു വന്നവരാണ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള യുക്തികൾ പ്രബലമായി വരികയും മതദേശീയത എന്നത് ഏറെക്കുറെ നമ്മുടെ ദേശീയതയെ നിർവചിക്കുന്ന ഒരു യുക്തിയായിട്ട് മാറിത്തീരുകയും ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് എന്ത് സംഭവിച്ചു? 100 കൊല്ലം മുമ്പ് ടാഗോർ പറഞ്ഞതിടത്തേക്ക് നമ്മുടെ ദേശീയത എത്തി. നാഷണലിസം ഈസ് എ മെനസ്. ദേശീയത എന്നത് നാശം പിടിച്ചൊരാശയമാണ്. ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ഡിവൈഡസ്. നമ്മെ വിഭജിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ. രാജ്യസ്നേഹം എൻ്റെ ആത്മീയ അഭയമല്ല. മൈ റെഫ്യൂജ് ഈസ് ഹ്യൂമാനിറ്റി. എൻ്റെ അഭയം മനുഷ്യവംശമാണ്. ഐ വിൽ നോട്ട് ബൈ ഗ്ലാസസ് ഫോർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട്. രത്നത്തിൻ്റെ വില കൊടുത്ത് ഞാൻ കുപ്പിച്ചില്ല് വാങ്ങില്ല. ഈ കുപ്പിച്ചില്ലായി എടശ്ശേരി പണ്ട് പറയുന്നുണ്ട്, വെളിച്ചം തൂകിടും തോറും പൂജാർഹം താനൊരാശയം, ഇരുൾ ചാറുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരെ.
അങ്ങനെ വെളിച്ചം തൂകിയ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ ഒരു ഐക്യബോധത്തിലേക്ക് കൊണ്ടുവന്ന് ദേശീയമായ ഒരു ഭാവനാ ബലമായി തീർന്ന ദേശീയതാ സങ്കല്പം അകമേ മനുഷ്യരെ വിഭജിക്കുന്ന, ശത്രുക്കളെ അകമേ തന്നെ ഉണ്ടാക്കി, തൊട്ടപ്പുറത്ത് ഇക്കാലം വരെ ജീവിച്ച മനുഷ്യൻ തൻ്റെ ശത്രുവാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കോടിക്കണക്കിന് മനുഷ്യരെ ആത്മാർത്ഥമായി പ്രേരിപ്പിക്കുന്ന ഒരു വിഭജന ശക്തിയായി ദേശീയത മാറിയ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രശത്രുവാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ വേറൊരു മതത്തിൽപ്പെട്ട ആളായാൽ മതി എന്നാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിങ്ങൾ കണ്ടല്ലോ, മംഗലാപുരത്ത് സ്കൂളിൽ മാഷ് കുട്ടിയോട് പേര് ചോദിക്കുന്നു. ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയുടെ പേര് പറയുന്നു. നീ അജ്മൽ കസബിൻ്റെ ആളാണല്ലേ എന്ന് അബോധത്തിൽ നിന്ന് മാഷ് ചോദിക്കുന്നു. ഇതൊരു മാഷല്ല കേട്ടോ, ഈ ചോദ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കോടാനുകോടി മാഷുമാരുള്ളൊരു രാജ്യമാണ് നമ്മുടെ. ഇതൊരാളുടെ ചോദ്യമൊന്നുമല്ല, അത് ഉള്ളിലുണ്ട്. ഒരാൾ മുസ്ലിം ആയിരുന്നാൽ അയാൾ സഹജമായി ഇന്ത്യക്കാരനല്ലായിരിക്കുമെന്ന് കരുതാൻ ശേഷിയുള്ള കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ഇന്ത്യയിലുണ്ട്. കാരണം ദേശീയത എന്നത് വിഭജിക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. ഇതിനെ ചെറുക്കാനാണ് ഗാന്ധിജി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഈശ്വര അല്ലാ തേരേനാം സബ്കോ സന്മതി ദേ ഭഗവൻ. നിർഭാഗ്യവശാൽ ദേശീയത ആ സന്മതിയായി മാറിയില്ല, നല്ല ബുദ്ധിയായി മാറിയില്ല. പഴയ പ്രാർത്ഥന അതായിരുന്നു, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, സത്യം പറയാൻ ശക്തി ഉണ്ടാകണം. ആ നല്ല വാക്കും നല്ല ബുദ്ധിയും ദേശീയതയിൽ ഉണ്ടായിരുന്നത് പിൻവാങ്ങുകയും മനുഷ്യരെ വിഭജിക്കുന്ന ഒരു രാഷ്ട്രീയ യുക്തിയായിട്ട് കഴിഞ്ഞ 10, 20, 25 വർഷം കൊണ്ട് അത് മാറിത്തീരുകയും ചെയ്തു. അതുകൊണ്ട് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം പൊളിച്ച് അവിടെ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം പണിയുന്നതിന് തറക്കല്ലിടുന്ന ആളായിട്ട് ഭരണഘടന സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി മാറിത്തീരുകയും ചെയ്യുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അന്ന് യോഗേന്ദ്ര യാദവ് പറഞ്ഞത്, ഇത് 2ാം റിപ്പബ്ലിക്കിൻ്റെ തറക്കല്ലാണ് ഇട്ടത്. 1ാം റിപ്പബ്ലിക് അവസാനിച്ചു. കാരണം 1ാം റിപ്പബ്ലിക്ക് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സോവറിൻ സ്റ്റേറ്റ് ആണ്, അത് അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു റിപ്പബ്ലിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദേശീയത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒറ്റക്കല്ലിൽ ഇങ്ങനെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ദേശീയതയൊന്നുമല്ല. ഇന്ത്യൻ ദേശീയതയുടെ ഉള്ളിൽ അതിശക്തമായി വളർന്നു വന്ന ഒരു മതാത്മക സങ്കല്പത്തെ പുറന്തള്ളിയിട്ട് നമ്മൾ മതനിരപേക്ഷമായൊരു ദേശീയതാ ഭാവനയെ ഉയർത്തിയിരുന്നു. ആ ദേശീയതയാണ് ഭരണഘടനയായി തീർന്നത്. അതുകൊണ്ടാണ് ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യത്തിൽ ഉന്നുന്ന ഒന്നായി തീർന്നത്. ആർട്ടിക്കിൾ 1 പറയുന്നത്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്നിപ്പോൾ ഗവർണർക്ക് തന്നെ സംശയമാണ് അതിൽ. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. എന്താണ് സംസ്ഥാനങ്ങളുടെ യൂണിയൻ? ഇന്ത്യ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പമൊന്നുമല്ല. അനവധി ഭാഷകൾ, ദേശങ്ങൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ, ജീവിതക്രമങ്ങൾ, അതിൽപ്പെട്ട മനുഷ്യർ ഞങ്ങൾ ഒന്നാണ് എന്ന് ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയും അങ്ങനെ നിൽക്കുമ്പോഴും ആ ജനങ്ങൾ അവരവരുടെ വ്യത്യസ്തതകളിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതാണ് ഫെഡറലിസം. ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ യൂണിയൻ. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയത അതിൻ്റെ സവിശേഷമായൊരു ഘട്ടത്തിൽ 20കൾ മുതൽ 40കളുടെ പകുതി വരെയുള്ള 1/4 നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യൻ ദേശീയത വികസിപ്പിച്ചെടുത്ത രാഷ്ട്രീയ ആശയങ്ങളുടെ, സാമൂഹ്യ സങ്കല്പങ്ങളുടെ ഒരു കൺസോളിഡേഷനായിട്ടാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത്. അല്ലാതെ ഇന്ന് ചിലർ പറയുന്നത് പോലെ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ അംബേദ്കർ പകർത്തി വെച്ച കുറേ വാക്കും വരിയുമല്ല. അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ഭരണഘടന തിരുത്തണം എന്ന് എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുത്വം നേരിടുന്ന, വർഗീയ ശക്തികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല, ഈ ഭരണഘടനയാണ്. ആ ഭരണഘടന ചരിത്രത്തിൽ നിന്ന് രൂപപ്പെട്ട ഒന്നാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് 20കൾ മുതലുള്ള ഒരർത്ഥത്തിൽ ഗാന്ധിയൻ നാഷണലിസം എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ചുരുക്കി പറയാവുന്ന, അത് ഗാന്ധി ഒരാളുണ്ടാക്കിയതല്ല, അദ്ദേഹം ഒറ്റയ്ക്കായിട്ടുണ്ടാക്കിയതല്ല, പക്ഷേ അദ്ദേഹമായിരുന്നു അതിൻ്റെ മൂർത്ത ബിംബം, ആ ദേശീയതാ സങ്കല്പത്തിൻ്റെ. അതുകൊണ്ടാണ് 1949 നവംബർ 26 ഭരണഘടന ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടെങ്കിലും ആ ഭരണഘടനാനുസൃതമായ റിപ്പബ്ലിക്കായി ഇന്ത്യ മാറിത്തീരുന്നത് 1950 ജനുവരി 26 2 മാസത്തെ ഇടവേളയുണ്ട്. കാരണം 1930 ജനുവരി 26 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു എന്ന പൂർണ്ണ സ്വരാജ് പ്രമേയം ദേശീയ പ്രസ്ഥാനം പാസ്സാക്കുന്നത്. അതിൻ്റെ 20ാം വാർഷികത്തിലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നത്. ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ്, യാദൃച്ഛികമായി വന്നൊരു ദിവസമല്ല. അതുകൊണ്ട് എന്താണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഈ 30 ജനുവരി 26 നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊരു ഉത്തരം വരുന്നു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കായി നിർമ്മിച്ച് നമുക്കായി തന്നെ സമർപ്പിക്കുന്നു എന്നാണ് ഭരണഘടനയുടെ ആമുഖം അവസാനിക്കുന്നത്. നമുക്കായി തന്നെ, നമ്മളായി ഉണ്ടാക്കിയത്, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഈ ജനത എന്ന അടിസ്ഥാനത്തെ മതത്തിനും രാഷ്ട്രീയത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും ഒക്കെ അപ്പുറത്തേക്ക് ഉയർത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ ആശയമായിട്ടാണ് 20കൾക്ക് ശേഷം ദേശീയത വികസിച്ചു വന്നത്. നിർഭാഗ്യവശാൽ അതിൻ്റെ വിപരീത ക്രമത്തിൽ മനുഷ്യരെ വിഭജിക്കുന്ന, അകത്തു വിദ്വേഷം വളർത്തുന്ന ഒന്നായിട്ട് ദേശീയത ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. നിങ്ങൾ ദേശസ്നേഹിയാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഗാന്ധിജിക്ക് അതിൻ്റെ തെളിവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് അവസാനത്തെ മനുഷ്യനെയും പരിഗണിക്കുന്ന ഒരു കണ്ണ്, കാഴ്ച നിങ്ങൾക്കുണ്ടോ എന്നതായിരുന്നു. തിങ്ക് ഓഫ് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് അദ്ദേഹം പറയും. ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് ജഗജീവൻ റാമിനോട്. ഇന്നിപ്പോൾ എന്താണ് ദേശീയതയുടെ അടയാളം? ഈ അവസാനത്തെ ആളെ കാണലൊന്നുമല്ല, ഈ മറ്റേ സിനിമാ തിയേറ്ററിൽ മറ്റേ പാട്ട് കേൾക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കലാണ്, വടിപോലെ നിൽക്കലാണ് നമ്മുടെ ഒരു ദേശീയതയുടെ അടയാളം. ആചാരപരമാണ്, അനുഭവപരമല്ല. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാതിരുന്ന ഒരാളെ കുറിച്ച് കൂടി ഞാൻ പറയാൻ കേട്ടോ. 1947 വിഭജന സമയത്ത് ഗാന്ധി കൽക്കട്ടയിലാണ്. വിഭജനം കഴിഞ്ഞിട്ട് ബേലിയാഗഡിലാണെന്ന് അദ്ദേഹം രാത്രി താമസിക്കുന്നത്. നമ്മളിപ്പോൾ പൊതുവേ നവഖാലിയിലാണെന്ന് പറയും. നവഖാലിയല്ല കേട്ടോ, കൽക്കട്ടയിലാണെന്ന് ഗാന്ധി. അത് കഴിഞ്ഞ് 18-ാം തീയതിയോ മറ്റോ ആണ് കൽക്കട്ടയിലെ ടോളിഗഞ്ചിൽ പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നു. പ്രാർത്ഥനാ സമ്മേളനത്തിൽ സുഹ്രവർദി ഉണ്ട്. സുഹ്രവർദി അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. സുഹ്രവർദി ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. അന്ന് പ്രാർത്ഥനാ യോഗത്തിന് മുമ്പ് ആലപിച്ചത് വന്ദേമാതരം. വന്ദേമാതരം പൊതുവേ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഒരു ഗാനമാണ്. അതുകൊണ്ടാണ് അത് ദേശീയ ഗീതമായി തീർന്നത്, ജനഗണമന ദേശീയ ഗാനമായി തീർന്നത്. ഇതാലപിച്ചു. സുഹ്രവർദി അടക്കം എഴുന്നേറ്റ് നിന്നു. ഗാന്ധി എഴുന്നേറ്റില്ല. എഴുന്നേക്കാതിരുന്ന ഒരാളുണ്ട്, ഗാന്ധി അവിടെ തന്നെ ഇരിക്കുകയത്. അത് കഴിഞ്ഞ് ഗാന്ധി പറഞ്ഞത്, ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പാശ്ചാത്യമായ ഒരു സമ്പ്രദായമാണ്, അതൊന്നും നമ്മൾ അങ്ങനെ പിന്തുടരേണ്ട കാര്യമില്ല. ഇന്നാണെങ്കിൽ മൂപ്പർക്ക് 124A പ്രകാരം കേസ് വരും. രാജ്യസ്നേഹം അത്ര ഇല്ല. ഇതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അടയാളങ്ങളും ആചരണങ്ങളുമായിട്ട് ദേശീയത മാറുകയും അവസാനത്തെ ആളെ, എന്താണ് ദേശീയതയുടെ അർത്ഥം? ഇന്ത്യൻ ദേശീയതയുടെ 3 സവിശേഷതകളെക്കുറിച്ച് ഇന്ത്യയിലെ സാമൂഹിക ചിന്തകന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ അവർ എടുത്തു പറയും. ഞാൻ ഈ പറഞ്ഞ 20 മുതൽ 45 വരെയുള്ള ജനകീയ ദേശീയതയെക്കുറിച്ച് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങൾ ദേശീയതകൾ പൊതുവിൽ നിലനിന്നത് ആഭ്യന്തരമായൊരു തത്വത്തെ മുൻനിർത്തിയായിരുന്നു. ആഭ്യന്തര തത്വം എന്ന് പറഞ്ഞാൽ മതമാകാം, ഭാഷയാകാം, മറ്റെന്തെങ്കിലും ആകാം. ഇന്ത്യൻ ദേശീയത നിലനിന്നത് അങ്ങനെ ആഭ്യന്തര തത്വങ്ങളെ മുൻനിർത്തിയല്ല, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് എന്താ മെച്ചം? ആഭ്യന്തര തത്വങ്ങളിൽ നിന്ന് നിങ്ങൾ ദേശീയതയെ വിഭാവനം ചെയ്താൽ, ഇപ്പോൾ ഭാഷയാണ് ദേശീയത എന്ന് കരുതും, ആ ഭാഷ സംസാരിക്കുന്നവർ ദേശീയതയുടെ സ്വാഭാവിക അധികാരികളാവും, അല്ലാത്തവർ ദേശീയതയുടെ മറുപുറമാകും. രാജ്യത്തിനുള്ളിൽ തന്നെ രാജ്യശത്രുക്കൾ ഉണ്ടാക്കുന്നതാണ് ഇൻറ്റേർണൽ പ്രിൻസിപ്പിൾസ്. രാജ്യത്തിനുള്ളിൽ തന്നെ അത് രാജ്യത്തിൻ്റെ അപരങ്ങളെ ഉണ്ടാക്കും. ഇപ്പോൾ 96% മലയാളം സംസാരിക്കുന്നവരാണ് കേരളത്തിൽ, പക്ഷേ 4% അന്യഭാഷക്കാരുണ്ട്. ഭാഷ മാത്രമാണ് ദേശീയതയുടെ ഏകാധാരം എന്ന് കരുതിയാൽ മലയാളികൾക്ക് സഹജാധികാരം കൂടുകയും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ലാതാവുകയും ചെയ്യും. ഇതിനു പകരം ഇന്ത്യൻ ദേശീയത വികസിച്ചു വന്നത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഇൻറ്റേർണൽ പ്രിൻസിപ്പിൾസിനെ മുൻനിർത്തിയല്ല, മറിച്ച് ഇൻക്ലൂസീവായ ആൻറ്റി ഇമ്പീരിയൽ സ്ട്രഗിളിനെ മുൻനിർത്തിയാണ്. ഇന്ത്യൻ ദേശീയത എങ്ങനെയാണ് വന്നത്? ബ്രിട്ടീഷ് വിരുദ്ധമായ സമരത്തിലൂടെ ഇന്ത്യൻ ജനതയിലുണ്ടായതാണ് ഐക്യബോധമാണ് ദേശീയബോധം. അങ്ങനെ വന്നപ്പോഴോ നിങ്ങൾ ഏത് ഭാഷയാകട്ടെ, മതമാകട്ടെ, ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, അതൊന്നുമല്ല പ്രധാനം. ബ്രിട്ടനെതിരായ സമരമുഖത്ത് നിങ്ങൾ ഒരുമിച്ചുണ്ടോ? ആ സമരൈക്യം മറ്റെല്ലാറ്റിനെയും റദ്ദാക്കുന്നു. അങ്ങനെ എല്ലാ ഭേദങ്ങളെയും റദ്ദാക്കുന്ന ഭൗതിക ശക്തിയായി സാമ്രാജ്യവിരുദ്ധ സമരം വരികയും അത് ദേശീയതയുടെ അടിസ്ഥാനമായി തീരുകയും ചെയ്യുന്നു. അതായത് ലളിതമായി പറഞ്ഞാൽ യൂറോപ്യൻ നാഷണലിസം പൊതുവെ എക്സ്ക്ലൂസീവ് ആയിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണലിസം ഇൻക്ലൂസീവ് ആയിരുന്നു എന്നതാണ് പൊളിറ്റിക്കൽ നാഷണലിസം എന്ന നിലയ്ക്ക്. രണ്ടാമത്തെ കാര്യം, യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങൾ യൂറോപ്പിൽ തമ്മിൽ സഹകരിച്ചപ്പോഴും യൂറോപ്പിന് പുറത്ത് കോളനികൾ വെട്ടിപ്പിടിക്കാനും സാമ്രാജ്യങ്ങളായി വളരാനുമാണ് ശ്രമിച്ചത്. ഇംഗ്ലണ്ടും ഫ്രാൻസും യൂറോപ്പിൽ യുദ്ധം ചെയ്തില്ല, പക്ഷെ പുറത്ത് അവ യുദ്ധം ചെയ്തു.
ആഫ്രിക്കയും അമേരിക്കയും ഒക്കെ ലാറ്റിൻ അമേരിക്കയും ഒക്കെ ഏഷ്യയും ഒക്കെ തങ്ങളുടെ കോളനികളാക്കി മാറ്റാൻ വേണ്ടി യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾ കോളനികൾക്ക് വേണ്ടിയുള്ള വലിയ യുദ്ധം നടത്തുകയും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ലളിതമായി പറഞ്ഞാൽ യൂറോപ്യൻ നാഷണലിസം ഇമ്പീരിയലിസ്റ്റിക് ആയിരുന്നു, സാമ്രാജ്യവാദപരമായിരുന്നു. മറിച്ച് ഇന്ത്യൻ നാഷണലിസം വികസിച്ചു വന്ന ഘട്ടത്തിൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെവിടെയൊക്കെ സാമ്രാജ്യവിരുദ്ധ പോരാട്ടങ്ങൾ അരങ്ങേറുന്നുണ്ടോ അതിനോടെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് ആ സാഹോദര്യ ഭാവനയിലാണ് നമ്മുടെ ദേശീയത നിലനിന്നത്. ഇറ്റ് വാസ് നോട്ട് ഇമ്പീരിയലിസ്റ്റിക്, ബട്ട് ഇറ്റ് വാസ് ഫ്രറ്റേണൽ. സാഹോദര്യനിഷ്ഠമായിരുന്നു. പൊരുതുന്ന ജനതയോട് സാഹോദര്യത്തിൽ, ആ സാഹോദര്യ ഭാവന കൊണ്ടാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലത്തെ വലിയ പോരാളികളിൽ ഒരാളായ കീഴരിയൂർ ബോംബ് കേസിലെ പ്രതിയായി തീർന്ന NV കൃഷ്ണവാര്യരെ പോലെ ഒരാൾ. കൃഷ്ണവാര്യർ ബോംബ് കേസിലെ പ്രതിയായിരുന്നു എന്ന് ഓർത്താൽ അന്നത്തെ സമരത്തിൻ്റെ ഒരു വലിപ്പം കാണാൻ പറ്റും. കൃഷ്ണവാര്യരെ പോലെ ഒരു പണ്ഡിതനെ ബോംബ് കേസിലെ പ്രതിയാക്കാൻ പോകുന്ന അത്രയും ഊർജ്ജം അന്നുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് എഴുതുന്നൊരു കാര്യം, ഇന്ന് ആഫ്രിക്ക ഇതൻ നാട്, അവളുടെ ദുഃഖത്താലേ കരയുന്നു ഞാൻ. ദേശീയതയുടെ ഒരർത്ഥം അതാണ്. സാർവദേശീയമായൊരു സാഹോദര്യബോധമാണ്, അല്ലാതെ തൻ്റെ രാഷ്ട്രം മാത്രമെന്ന ഒരു സങ്കല്പമല്ല, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രം ഒരു സാമ്രാജ്യമായി വളരണം എന്ന ഇന്നൊക്കെ നമ്മുടെ പല നേതാക്കളും വച്ച് പുലർത്തുന്ന ലോകശക്തി മോഹമല്ല വാസ്തവത്തിൽ ദേശീയതയുടെ പിന്നിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തത്, ഇന്ത്യൻ ദേശീയത അടിസ്ഥാനപരമായി ഇഗാലിറ്റേറിയൻ ആവാനാണ് ശ്രമിച്ചത്. ഇഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ സമത്വാധിഷ്ഠിതമായി. എന്താണ് ദേശീയത? ഒരു രാജ്യത്തിലെ അവസാനത്തെ മനുഷ്യന് വരെ മനുഷ്യാന്തസ്സോടെ തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി രാഷ്ട്രത്തെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് ദേശീയതയുടെ അർത്ഥം. അതുകൊണ്ടാണ് ദ പൂറസ്റ്റ് ഓഫ് ദ പൂവർ യു ഹാവ് എവർ സീൻ എന്ന് ഒരു ഉത്തരം വരുന്നത്. ദേശീയ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ രാഷ്ട്രത്തിൻ്റെ ദൗത്യം? ഗാന്ധിജി വളരെ ചെറിയൊരു വാക്യം പറഞ്ഞു, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഏറ്റവും നിസ്വനായ മനുഷ്യൻ്റെ കണ്ണീരൊപ്പലാണ്, അല്ലാതെ നിങ്ങളുടെ രാജ്യത്തെ ആണവ ശക്തിയാകലല്ല, നിങ്ങളുടെ രാജ്യം ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാവലല്ല. ഇതൊന്നുമല്ല ദേശീയതയുടെ അർത്ഥം. അഗ്രൻഡൈസിങ്, ശാക്തിക ദേശീയതയല്ല, ഇഗാലിറ്റേറിയൻ, സമത്വാധിഷ്ഠിതമാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. രാഷ്ട്രം ശക്തമായി തീരില്ലല്ല, രാഷ്ട്രത്തിലെ മനുഷ്യർക്ക് തുല്യാന്തസ് കൈവരലാണ് ദേശീയതയുടെ. ഇത് രണ്ട് കാര്യമാണ്. രാഷ്ട്രം ശക്തമായി തീരുമ്പോൾ നിങ്ങൾ വലിയ സൈനിക ശക്തിയാണെന്ന് മേനി നടിക്കും, നിങ്ങൾ വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് മേനി നടിക്കും. ഇന്ന് ഇന്ത്യയിൽ ഇത് കാണാം. ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ന് കഴിഞ്ഞ 2 മാസമായിട്ട് തമ്പേറുണ്ട്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ, അത് കഴിഞ്ഞാൽ ഇന്ത്യയായി. 2030 ആകുമ്പോൾ അമേരിക്ക, ചൈന, ഇന്ത്യ എന്ന 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും എന്നാണ് ഇപ്പോൾ ഉള്ള വലിയ വാചാടോപം. എത്തുമായിരിക്കും, ഞാനില്ല എന്ന് പറയണില്ല. പക്ഷെ ഒരു കണക്കുകൂടി കൂടെ പറയണം കേട്ടോ. 121 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ ലോകത്തെ പട്ടിണി സൂചിക ഉണ്ടാക്കിയപ്പോൾ ഈ 5ാം സ്ഥാനത്തുള്ള രാജ്യം അതിൽ 107ാമത്തെ സ്ഥാനത്താണ്. ഇതും കൂടി കാണണം. 5ാമത്തെ സ്ഥാനത്തെത്തിയെന്ന് മാത്രം കണ്ടാൽ പോരാ. 121 രാജ്യങ്ങളെ മാത്രം പരിഗണിച്ച് പട്ടിണി സൂചിക ഉണ്ടാക്കുമ്പോൾ ഓക്സ്ഫാമിൻ്റെ കണക്കിൽ ഇന്ത്യ 101 കഴിഞ്ഞ വർഷം, ഇപ്പം 107. വളർന്നിട്ടില്ല എന്നും പറയരുത്. അതുകൊണ്ട് ഈ 5ാമത്തെ സ്ഥാനത്തിൻ്റെ കണക്ക് മാത്രമല്ല, ഈ 107ാം സ്ഥാനത്തിൻ്റെ കണക്ക് കൂടി ചേർത്താൽ നിങ്ങളൊരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഈ രാഷ്ട്രം ആരുടെയായി തീരുന്നു എന്നതിന് അവസാനത്തെ ഒരു ഉത്തരം വേണമെങ്കിൽ പറയാവുന്നത്, കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ അദാനിയുടെ സമ്പത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഓക്സ്ഫാം പറയുന്നത് 1440% അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വളർന്നു എന്നതാണ്. അതുകൊണ്ട് ആരാണ് ഈ ദേശം എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഈ കണക്കുകളൊക്കെ ചിലപ്പോൾ ഉത്തരം പറഞ്ഞേക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദേശീയത എന്ന് പറയുന്നതിന് ഇന്ന് ദേശീയത ചെയ്യുന്ന ഒരു വിപരീത ശക്തിയായി പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, രാജ്യത്തെ അകമേ വിഭജിക്കാനും സാമ്പത്തിക ചൂഷണത്തിന് മറയാകാനും ജനങ്ങളെ കൊള്ളയടിക്കാനും ഒക്കെയുള്ള ഒരു ഔപചാരികമായ ചട്ടക്കൂടിൻ്റെ പദവിയിലേക്ക് അത് മാറിത്തീരുകയും അതിലുള്ള മനുഷ്യൻ എന്നത് അവസാനത്തെ പരിഗണനാ വിഷയം പോലും അല്ലാതാവുകയും ചെയ്യുന്ന ഒരു വിപരീത യുക്തി ദേശീയതയെ വിഴുങ്ങാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് മുഴുവൻ മനുഷ്യരെയും കൂട്ടിയിണക്കുന്ന ഒരു ഏകതാബോധത്തിൻ്റെ, സമത്വഭാവനയുടെ, തുല്യാന്തസ്സിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ, അതിനായുള്ള വലിയ പരിശ്രമങ്ങളുടെ പേരായിരുന്നു. അതിനെ ഓർത്തുകൊണ്ടും നമ്മുടെ കാലത്ത് നാം വന്നുപെട്ട ഗതിഭേദങ്ങളെ നിരസിച്ചുകൊണ്ടും നമ്മുടെ ദേശീയതയെ മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.